കഥ തുടരുന്നു. കോഴിക്കോട് മഹാറാണി ഹോട്ടലിന് അല്പം വടക്കുമാറിയുള്ള ആ കെട്ടിടത്തിൽ വീണ്ടും അവർ ഒത്തുകൂടി. ചാണ്ടിക്കുഞ്ഞും കുഞ്ഞന്നാമ്മയും എൽസമ്മയും ജോൺസണും ആൻഡ്രൂസും മെർലിനും. അടിയന്തരമായി നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അതിപ്രധാനമായ ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ചാണ്ടിക്കുഞ്ഞ് കഷണ്ടിത്തലയിൽ തടവികൊണ്ട് മുന്നോട്ട് ആഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ കണ്ണുകൾ അയാളുടെ മുഖത്ത് തറഞ്ഞു നിന്നു. ഒരു സിഗരറ്റിന് തീ പിടിപ്പിക്കാനുള്ള സമയമെടുത്താണ് അയാൾ തുടർന്നത്. ഫ്രെഡിയങ്കിൾ വിളിച്ചിരുന്നു. അഡ്വക്കേറ്റ് നാളെ കഴിഞ്ഞ് തിരിച്ചെത്തും. അത് കേട്ടപ്പോൾ മറ്റുള്ളവരുടെ മുഖങ്ങളിൽ വിളർച്ച ബാധിച്ചു. അപ്പോൾ എൽസമ്മ ഇടയ്ക്ക് വെച്ച് നിർത്തി. അതെ, അങ്ങനെ തന്നെ സംഭവിക്കും. എല്ലാ രഹസ്യങ്ങളും അയാൾ തുറന്നു പറയും. അതോടെ നമ്മുടെ പദ്ധതികൾ പൊളിയുകയും ചെയ്യും. ചാണ്ടിക്കുഞ്ഞ് പതിയെ തലയാട്ടിക്കൊണ്ടിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ജോൺസൺ തിരക്കി. അതേക്കുറിച്ച് കൂട്ടായി ചിന്തിക്കണം. അഡ്വക്കേറ്റിനെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്നാണ് ഫ്രെഡിയങ്കിൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ അത് നമുക്ക് ദോഷം ചെയ്യുമോ എന്ന് സംശയിക്കണം. നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ അയാൾ നമുക്ക് സ്വീകാര്യമല്ലാത്ത ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു കൂടുന്നില്ല. അയാൾ അങ്ങനെ തന്നെ ചെയ്യും, സംശയിക്കേണ്ട, ആൻഡ്രൂസ് തീർത്ത് പറഞ്ഞു. കാരണം എല്ലാം അയാൾ വിചാരിക്കുന്നത് പോലെ നടന്നാൽ തീർച്ചയായും അഡ്വക്കേറ്റിനെ വെച്ച് അയാൾ നമ്മുടെ മുന്നിൽ വിലപേശും. പകുതിയേറിഞ്ഞ സിഗരറ്റ് ചാണ്ടിക്കുഞ്ഞ് ആശ്രയിൽ കുത്തിയമർത്തി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. അഡ്വക്കേറ്റ് ഒരിക്കലും അങ്കിൾ ഫ്രെഡിയുടെ കസ്റ്റഡിയിൽ എത്തിക്കൂടാ. എത്തേണ്ടത് നമ്മുടെ മുന്നിലാണ്. പക്ഷേ അക്കാര്യം അങ്കിൾ ഫ്രെഡി ഒരിക്കലും അറിയാനും പാടില്ല. അയാൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ ആൽബർട്ടിനെയും കുടുംബത്തെയും വേരോടെ പിഴുതെറിയുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. ഇതിനിടെ നമ്മൾ കുറുക്കൻ്റെ ബുദ്ധി പ്രയോഗിക്കുകയും വേണം. അതായത് ആൽബർട്ടും കുടുംബവും ഇല്ലാതാകുമ്പോൾ അങ്കിളും ആ കൊലയാളിയും കുടുങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഇരുചെവി അറിയാതെ നമ്മൾ അവരെ പരലോകത്ത് അയച്ചിരിക്കണം. അയ്യോ, കൊല്ലാനോ? അതുവരെ മിണ്ടാതിരുന്ന ആൻഡ്രൂസിൻ്റെ ഭാര്യ മെർലിനാണ് ചോദിച്ചത്. അല്ല, പിടിച്ചുമ്മ വയ്ക്കാൻ. ചാണ്ടിക്കുഞ്ഞിന് ദേഷ്യം വന്നു. മറ്റുള്ളവരുടെ ജീവൻ പോലെ തന്നെ അവരുടെ ജീവനുമെന്ന് കരുതിയാൽ മതി. അതോടെ മെർലിൻ തലകുനിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ചാണ്ടിക്കുഞ്ഞ് തുടർന്നു, ഇതിനൊക്കെ ഒരുപാട് പണം എറിയേണ്ടി വരും. ഒന്നിന് 100 1000 ആയിരിക്കും തിരിച്ചു കിട്ടുക. അതുപോട്ടെ, ചെലവാകുന്ന പണം നമ്മൾ 3 ഭാഗിച്ച് 3 കൂട്ടരും തുല്യമായി മുടക്കണം. അതിനെന്താ? ചാണ്ടിക്കുഞ്ഞ് ചെയ്യാൻ എല്ലാത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തോ? എന്നിട്ട് അവസാനം കണക്ക് പറഞ്ഞാൽ മതിയല്ലോ. എൽസമ്മ ചിരിച്ചു. അതുപോരല്ലോ പെങ്ങളെ, നേതൃത്വമൊക്കെ ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ കാശിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ സഹോദരങ്ങളാണെന്ന ഒക്കെ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു തവണ നമ്മളിവിടെ കൂടിയിട്ട് അതുവരെ ചിലവായ പണത്തിൻ്റെ കണക്ക് നോക്കി അപ്പം തന്നെ അതങ്ങ് തീർക്കണം. എന്താ? എൽസമ്മ ആൻഡ്രൂസിനെ നോക്കി. അയാൾക്കും ചാണ്ടിക്കുഞ്ഞിൻ്റെ അഭിപ്രായം അത്ര പിടിച്ചില്ലെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുമായിരുന്നു. എങ്കിലും ഇരുവർക്കും അത് അംഗീകരിക്കാതിരിക്കാനായില്ല. കാര്യം നടത്താൻ നമ്മൾ ആളിനെ എവിടെ നിന്ന് ഏർപ്പാട് ചെയ്യും? ജോൺസൺ ചാണ്ടിക്കുഞ്ഞിനോട് തിരക്കി. അതിനൊക്കെ പറ്റിയ കക്ഷികൾ ഈ കോഴിക്കോട്ട് തന്നെയുണ്ട്. കട്ട അഷ്റഫ്, അവന് കുറേ കൂട്ടാളികളുമുണ്ട്. ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ജോലിയ അഷ്റഫിന്. പോലീസുകാർക്കിടയിലൊക്കെ നല്ല പിടിപ്പാടുള്ള ആളാണ്. അവൻ വേണ്ട കാര്യം നോക്കിക്കോളും. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ, അവർ ഏകസ്വരത്തിൽ തീരുമാനമെടുത്തു. ഇനി അഷ്റഫിനെ ഞാൻ കണ്ടോളാം. ചാടിക്കുഞ്ഞ് എണീറ്റു. ബേപ്പൂർ കടപ്പുറം. മാറട് കലാപത്തിന് ശേഷം അവിടെ പോലീസ് കാവലുണ്ടായിരുന്നു. ലക്ഷദ്വീപിലേക്കുള്ള ഒരു കപ്പൽ അവിടെ നിന്നും തിരമാലകളെ ഭേദിച്ചുകൊണ്ട് അകന്നുപോയി. കൽക്കെട്ടുകൾക്കരികിൽ ഒരു ലാൻസർ കിടപ്പുണ്ടായിരുന്നു. മതിൽക്കെട്ടിന് പുറത്തൊരു മനുഷ്യൻ കടലിലേക്ക് നോക്കി ഇരിപ്പുണ്ട്. പാൻറ്റും കൂർത്തയും വേഷം. വെളുത്ത നിറവും നല്ല ഉയരവുമുണ്ട്. ചുരുണ്ട തലമുടി, കണ്ണുകളെ മാത്രം മറയ്ക്കുന്ന ചെറിയ സൺഗ്ലാസ്. കൽക്കെട്ടിൽ തിരമാലകൾ തല്ലിയരച്ചു മടങ്ങുമ്പോൾ അവയിൽ പറ്റിപ്പിടിച്ച് ചെറുഞണ്ടുകൾ ഓടുന്നത് അയാൾ കണ്ടു. ലാൻസർ കാറിന് പിന്നിൽ ഒരു ടൊയോട്ട കോളിസ് വന്നു നിന്നു. അതിൽ നിന്ന് ചാണ്ടിക്കുഞ്ഞ് ഇറങ്ങി ആ മനുഷ്യൻ്റെ അരികിലെത്തി. ചാണ്ടിക്കുഞ്ഞിൻ്റെ ആഗമനം അറിഞ്ഞിട്ടും അയാൾ കടലിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചില്ല. പറഞ്ഞോളൂ ചാണ്ടിക്കുഞ്ഞെ, അയാൾ നിർദ്ദേശിച്ചപ്പോൾ ഒരു കല്ലിൽ ചാണ്ടിക്കുഞ്ഞു ഇരുന്നു. ബിസിനസ് ഉറപ്പിക്കാൻ വന്നതാണ് ഞാൻ. ഓക്കെ, പണം കൗണ്ടറിൽ അടച്ചോ? ഉവ്വ്. എത്ര മണിക്കാണ് അഡ്വക്കേറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാൽ കുത്തുന്നത്? നാളെ ഉച്ചയ്ക്ക് 12:30 ഫ്ലൈറ്റിൽ. ഓക്കെ, എങ്കിൽ ഇനി അതിനുശേഷം കാണാം. ഞാൻ ചാണ്ടിക്കുഞ്ഞ് എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ അയാൾ കൈ ഉയർത്തി. നോ, ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് അഷ്റഫിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എങ്കിൽ ഞാനങ്ങോട്ട്. പോയിക്കോളൂ. ചാണ്ടിക്കുഞ്ഞ് തിരിച്ചു നടന്നു. അഷ്റഫ് അവിടെ തന്നെ ഇരുന്നു. അകലെ തിരമാല തലപ്പത്ത് നിക്കറിടാത്ത കൊച്ചുകുട്ടികൾ ഓടിക്കളിക്കുന്നത് അയാൾ കണ്ടു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം. 12:30 തന്നെ ഡൽഹി വഴി വരുന്ന ദുബായ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അതിലെ യാത്രക്കാർ കസ്റ്റംസ് ക്ലിയറൻസിനായി നീങ്ങി
പുറത്ത് ഒരു കാറിൽ കാത്തിരിക്കുകയായിരുന്നു വിൽഫ്രഡ്. വിമാനം വന്നെത്തിയ വിവരം അയാൾ അങ്കിൾ ഫ്രെഡിയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. കുറച്ചകലെ ഒരു ടാറ്റാ സുമോയിൽ 3 പേർ വിൽഫ്രഡിനെയും എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ട്. കട്ട അഷ്റഫിന്റെ ആളുകൾ. ഇരു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നു തന്നെ, അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ. സമയം കടന്നുപോയി. കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് ഓരോരുത്തരായി പുറത്തേക്ക് വന്നു തുടങ്ങി. രണ്ടു കൂട്ടരും ജാഗരൂകരായി. അവസാനം അവർ പ്രതീക്ഷിച്ച മനുഷ്യരും പുറത്തേക്ക് വന്നു. 50 വയസ്സ് തോന്നിക്കുന്ന കഷണ്ടിക്കാരൻ. കറുത്ത പാൻറ്റും സ്യൂട്ടുമാണ് വേഷം. വലിയൊരു ബ്രീഫ് കേസ് മാത്രം കയ്യിലുണ്ട്. അയാൾ പുറത്തു വന്ന് ഒരു നിമിഷം നിന്നു. ഒരു ടാക്സി അടുത്തെത്തി. അയാൾ പിന്നിൽ കയറി. കാർ നീങ്ങി. തൊട്ടു പിന്നാലെ വിൽഫ്രഡിന്റെ കാർ. അതും കഴിഞ്ഞ് ടാറ്റ സുമോ. തിരക്കേറിയ റോഡിലൂടെ 3 വാഹനങ്ങളും ആലുവ ഭാഗത്തേക്ക് നീങ്ങി. തിരക്ക് കുറഞ്ഞു തുടങ്ങിയതോടെ നാഷണൽ ഹൈവേയിൽ വാഹനങ്ങൾ കുതിച്ചു പായാൻ തുടങ്ങി. പറ്റിയ ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു വിൽഫ്രഡ്. ടാക്സിയുടെ തൊട്ടു പിന്നിൽ തന്നെ നിൽക്കുകയാണ് അയാൾ ഓടിക്കുന്ന കാർ. ഇനി ഏത് നിമിഷവും തനിക്ക് ഓപ്പറേഷൻ നടത്താം. വിൽഫ്രഡ് പരിസരം ശ്രദ്ധിച്ചു. ഒരു ടാറ്റ സുമോ മാത്രം പിന്നിലുണ്ട്. അത് അയാൾ കാര്യമാക്കിയില്ല. സുമോയിൽ ഇരുന്നവരാട്ടെ വിൽഫ്രഡിന്റെ നീക്കം എന്തെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ എത്ര നേരമാ ഇങ്ങനെ പിന്നാലെ പോകുന്നത്? മൂവരിൽ ഒരാൾ അസ്വസ്ഥനായി. വിൽഫ്രഡിനെ നമുക്ക് മറക്കാം. നമുക്ക് നമ്മുടെ വഴി. അല്ല പിന്നെ. വരട്ടെ. എനിക്ക് തോന്നുന്നത് വിൽഫ്രഡ് നമ്മുടെ ജോലി കുറച്ചു തരുമെന്നാ. ഏതായാലും ഒരു 5 മിനിറ്റ് കൂടി കാക്കാം. രണ്ടാമൻ അഭിപ്രായപ്പെട്ടപ്പോൾ ആദ്യത്തെ ആൾ ഒന്നമർത്തി മൂളി. പെട്ടെന്ന് അവർ അത് കണ്ടു. വിൽഫ്രഡിന്റെ കാർ ടാക്സിയെ ഓവർടേക്ക് ചെയ്യുന്നു. സുമോയുടെ വേഗത അല്പം കുറഞ്ഞു. ടാക്സി ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടു. അതിൽ അല്പം ഉരസിയാണ് വിൽഫ്രഡിന്റെ കാർ നിന്നത്. എന്ത് പോക്കൃത്തരാടാ ഈ കാണിച്ചത്? റോഡിന് ഇത്രയും വീതി ഉണ്ടായിട്ടും നിനക്ക് എൻ്റെ നെഞ്ചത്തേക്ക് കയറണോ? ടാക്സി ഡ്രൈവർ ചാടിയിറങ്ങി. ക്ഷമിക്ക് സുഹൃത്തെ, നിങ്ങൾക്ക് നഷ്ടപരിഹാരം എത്ര വേണമെങ്കിലും തരാൻ ഞാൻ. പുഞ്ചിരിച്ചുകൊണ്ട് വിൽഫ്രഡും ഇറങ്ങി. സുമോ കുറച്ച് പിന്നിൽ നിന്നു. അത് ശ്രദ്ധിക്കാനുള്ള സാവകാശമൊന്നും വിൽഫ്രഡിനില്ലായിരുന്നു. അയാൾ ടാക്സിയുടെ പിന്നിലെ ഡോർ വലിച്ചു തുറന്ന് തല അകത്തേക്ക് നീട്ടി. അല്ല, ആരിത്? ജനാർദ്ദൻ സാറല്ലേ? വെറുതെ എന്തിനാ ഈ ടാക്സിയിൽ പോകുന്നത്? വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ തുറച്ചു നോക്കി. ആകെ ഒരു പന്തിക്കേട്. ഇയാളെ ഒരിടത്തും താൻ കണ്ടിട്ടില്ല. അയാളെ മനസ്സ് വായിച്ചതുപോലെ വിൽഫ്രഡ് പറഞ്ഞു. പരിചയമില്ല, പക്ഷേ ഈ നിമിഷം മുതൽ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. പറയുന്നതിനിടയിൽ തന്നെ അയാൾ പൈയുടെ കൈക്ക് പിടിച്ചു. അഡ്വക്കേറ്റിന് അപകടം മണത്തു. ഏയ് വിട്! അയാൾ കൈ കുടഞ്ഞു കളഞ്ഞു. പിന്നിൽ നിന്ന് ടാക്സി ഡ്രൈവർ വിൽഫ്രഡിനെ പിടിച്ചു വലിച്ചു. ഇങ്ങോട്ട് മാറടാ! എൻ്റെ വണ്ടിയിൽ വന്നയാളെ തൊട്ടാലുണ്ടല്ലോ. വിൽഫ്രഡ് വെട്ടിത്തിരിഞ്ഞതും കൈ ചുരുട്ടി ഒറ്റയിരി. ഹമ്മേ! ഡ്രൈവർ പിന്നോട്ട് മലച്ചു. തൻ്റെ മൂക്കിൻ്റെ പാല ഒടിഞ്ഞതായും മുൻതിരയിലെ പല്ലുകൾ ഇളകിയതായും അയാൾക്ക് തോന്നി. അയാൾ തുപ്പിയത് ചോരയാണ്. വീണ്ടും വിൽഫ്രഡ് അഡ്വക്കേറ്റ് ജനാർദ്ദനെ പിടിക്കാൻ ഭാവിച്ചതും തറയിൽ കിടന്നുകൊണ്ട് ഡ്രൈവർ അയാളുടെ കാലിൽ ആഞ്ഞു ചവിട്ടി. ഹാ! വിൽഫ്രഡ് വീണ്ടും തിരിഞ്ഞ് ഡ്രൈവറെ ചവിട്ടി ഞെരിച്ചു. കഴിവേറി! എന്നോടാണോ കളി? ഞാൻ ആരാണെന്ന് അറിയാമോടാ നിനക്ക്? മരണമാണോടാ ഞാൻ? മരണം! ഈ തക്കത്തിന് ജനാർദ്ദന പൈ തൻ്റെ പെട്ടിയുമായി മറുപുറത്തെ ഡോർ തുറന്ന് റോഡിൽ ചാടി. പാഞ്ഞു വന്ന ഒരു ലോറി ഹോണടിച്ചുകൊണ്ട് വെട്ടിയൊഴിഞ്ഞു പോയി. ഈ തക്കത്തിന് ടാറ്റ സുമോ മുന്നോട്ട് വന്നു. ഡ്രൈവറെ വിട്ട് അഡ്വക്കേറ്റിന് പിന്നാലെ കുതിക്കാൻ ഭാവിക്കുകയായിരുന്നു വിൽഫ്രഡ്. പക്ഷേ അഡ്വക്കേറ്റിൻ്റെ അരികിൽ സുമോ സ്ലോ ചെയ്തു. ഒരു ഡോർ തുറക്കപ്പെട്ടു. ഇങ്ങോട്ട് കയറിക്കോ സാറേ, ദാ അയാൾ വരുന്നു, ഒരാൾ പറഞ്ഞു. പിന്നെ ഒന്നും ചിന്തിക്കാതെ പെട്ടി സുമോയ്ക്കുള്ളിലേക്കിട്ട് ചാടിക്കയറി. വെടിയുണ്ട പോലെ സുമോ പാഞ്ഞുപോയി. ഛേ! ഓടിയത്തെ വിൽഫ്രഡ് കൈ കുടഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അയാൾ കാറിൽ ചാടി വീണു. സുമോ പോയ വഴിയെ അതും പറന്നു. പക്ഷേ ആലുവ വരെ കാറോടിച്ചെങ്കിലും അയാൾക്ക് ആ സുമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാഷണൽ ഹൈവേയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിരുന്നു സുമോ. ഇവിടെ നിർത്തിയാൽ മതി, ഈ വഴിയല്ല എനിക്ക് പോകേണ്ടത്, പൈ പറഞ്ഞു. നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് വളരെ നന്ദി. ഓ സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ അയാൾ പൂർത്തിയാക്കും മുമ്പ് ഒരാൾ പറഞ്ഞു. അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ. ഇപ്പോൾ ദുബായിൽ നിന്ന് വരുന്നു. ചിലരോടൊക്കെ മുംബൈ വരെ പോവുകയാണെന്നേ താങ്കൾ പറഞ്ഞിട്ടുന്നുള്ളൂ. വിസ്മയം കൊണ്ട് പൈയുടെ കണ്ണു തള്ളി. ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞെന്ന് അല്ലേ? അവർ ചിരിച്ചു. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. ജനാർദ്ദന പൈക്ക് ഒന്നും പിടികിട്ടിയില്ലെങ്കിലും തെല്ല് പരിഭ്രമം തോന്നി. അവരിൽ ഒരാൾ തുടർന്നു. വക്കീലിനെ എത്തേണ്ടടുത്ത് തന്നെ ഞങ്ങൾ എത്തിക്കാം. ഒരാൾ ചെറിയൊരു കുപ്പി തുറന്ന് കർച്ചീഫിലേക്ക് എന്തോ വീഴ്ത്തി. അതിൻ്റെ ഗന്ധം അറിഞ്ഞപ്പോൾ തന്നെ പൈ നടുങ്ങി. ക്ലോറോഫോം. എന്തിനത്? അയാളുടെ ശബ്ദം വിറച്ചു. അങ്ങ് എത്തുന്നതുവരെ താങ്കൾക്ക് സുഖനിദ്ര കിട്ടാൻ. ഒരാൾ അയാളെ പിടിച്ചമർത്തി കൈലേസ് മുഖത്തമർത്തി. 30 സെക്കൻഡുകൾ കഴിഞ്ഞ് കൈ പിൻവലിക്കുമ്പോൾ കഴുത്തൊടിഞ്ഞ കോഴിയെപ്പോലെ വക്കീലിൻ്റെ തല കുനിഞ്ഞു കിടന്നു. അവർ അയാളെ സീറ്റിലേക്ക് ചാരിയിട്ട് മൊബൈൽ ഫോൺ എടുത്ത് നമ്പറുകളിൽ കുത്തി. അഷ്റഫ് കാ സബ് കുച്ച് ടീക്ക് ഹൈ ഇൻഷാ അള്ളാ. അപ്പുറത്തു നിന്ന് മറുപടിയും കിട്ടി.
വേണ്ടടാ പുല്ലേ, നീ ഒരു കോപ്പ് പറയണ്ട, ഗർജിക്കുകയായിരുന്നു അങ്കിൾ ഫ്രെഡി. ഒരു കാര്യം ഏറ്റുപോയിട്ട് എല്ലാം കളഞ്ഞു കുളിച്ചേച്ച് വന്നിരിക്കുന്നു കേഴങ്ങൻ. അങ്കിൾ, ഞാനൊന്ന് പറയട്ടെ, വിൽഫ്രഡ് പരുങ്ങി. വേണ്ട. അയാൾ വായി തുറന്നപ്പോൾ ചുരുട്ടിൻ്റെ കട്ടിപ്പുക പുറത്തേക്ക് വമിച്ചു. അസ്വസ്ഥനായി മുറിയിൽ നടക്കുകയാണ് ഫ്രെഡി. ആ കാലടി ശബ്ദം ഒഴികെ സർവത്ര ശാന്തത. ഒന്നും മിണ്ടാതെ ചുമർച്ചാരി തോമസും നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു. അങ്കിൾ ഫ്രെഡി അല്പം ശാന്തനായതുപോലെ തോന്നി. വിൽഫ്രഡിൻ്റെ മുന്നിൽ വന്നു നിന്ന് ആ കണ്ണുകളിലേക്ക് ദൃഷ്ടിയൂന്നിക്കൊണ്ട് തിരക്കി. അവർ ആരെന്ന് വല്ല സംശയവും നിൽക്കുണ്ടോ? ഇല്ല, എനിക്ക് അവരെ കാണാൻ പോലും കഴിഞ്ഞില്ല. വാനിൽ ആരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. ഫ്രെഡി ഒരു കവിൾ പുക വിഴുങ്ങി. അയാളുടെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നി മറഞ്ഞു. യാദൃശ്ചികമായ ഒരു സംഭവമല്ല നടന്നിരിക്കുന്നതെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. വെറും യാത്രക്കാരല്ല അഡ്വക്കേറ്റിനെ കൊണ്ടുപോയിരിക്കുന്നത്, കരുതിക്കൂട്ടി വന്ന ആരോ. അതിനർത്ഥം ഇങ്ങനെ ഒരു റാഞ്ചൽ മറ്റാരോ പ്രതീക്ഷിച്ചിരുന്നു എന്നല്ലേ? ഫ്രെഡിയിലെ കുറുക്കൻ ബുദ്ധി ഉണർന്നു. താനും വിൽഫ്രഡും തോമസും മാത്രമേ ഇവിടെ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ അറിയാവുന്നത് ചാണ്ടിക്കുഞ്ഞും അവൻ്റെ സഹോദരങ്ങൾക്കും. ഇടയ്ക്ക് നിന്ന് ഇങ്ങനൊരു കളി നടത്തേണ്ട ആവശ്യം ചാണ്ടിക്കുഞ്ഞിനില്ലല്ലോ. പക്ഷേ വെറുതെ ആ സംശയം ഉപേക്ഷിക്കാൻ ഒരുക്കമല്ലായിരുന്നു ഫ്രെഡിയെങ്കിൽ. നിനക്ക് ആ സുമയുടെ നമ്പർ അറിയാമോടാ? ഇല്ല, തിടുക്കത്തിനിടയിൽ എനിക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഫൂൾ, ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, പ്രൊഫഷനോട് യാതൊരു കൂറും പുലർത്താത്തവനാണ് നീ. ഒരു പ്രൊഫഷണൽ കില്ലർ പോയിട്ട് സാധാരണ കൂലിത്തല്ലുകാരനാവാനുള്ള യോഗ്യത പോലും നിനക്കില്ല. വിൽഫ്രഡിൻ്റെ തല കുനിഞ്ഞു പോയി. നീ ഇനി അഡ്വക്കേറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാം. നിന്റെ ടാർജറ്റിൽ ആൽബർട്ടും അവൻ്റെ കുടുംബവും മാത്രം. ദാറ്റ്സ് ആൾ. ദെൻ യു ക്യാൻ ഗോ. വിൽഫ്രഡ് തല കുലുക്കിയിട്ട് ഇറങ്ങിപ്പോയി. ഫ്രെഡി തോമസിനെ നോക്കി. ഇത്രയും കേട്ടതിൽ നിനക്ക് എന്ത് തോന്നടാ? ചാണ്ടിക്കുഞ്ഞ ചായാൻ. ഫ്രെഡി കൈ ഉയർത്തി. മതി, ഞാനും നീയും ചിന്തിക്കുന്നത് ഒരേ പാതയിലൂടെ. ഫ്രെഡി അപ്പോൾ തന്നെ സെൽഫോണിൽ ചാണ്ടിക്കുഞ്ഞിനെ വിളിച്ചു. പറഞ്ഞോ ഫ്രെഡി അങ്കിളെ, ഞാൻ ഈ കാൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ചാണ്ടിക്കുഞ്ഞിൻ്റെ ശബ്ദം. അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പുറത്തുണ്ടായത് ഞെട്ടലാണെന്ന് ഫ്രെഡി തിരിച്ചറിഞ്ഞു. ഇതറിയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കള്ളം തട്ടിവിട്ടതും. എന്താ ചാണ്ടി നീ ഞെട്ടിയത്? ഞാനോ? അത് പിന്നെ ഒരു പരുങ്ങൽ. ഇത്രയും വേഗത്തിൽ അങ്കിൾ അയാളെ പിടിച്ചെന്നറിഞ്ഞപ്പോൾ അതിൽ ആഹ്ലാദിക്കുകയല്ലടാ വേണ്ടത്. അതെ അതെ, ഞാൻ ആഹ്ലാദിക്കുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് ഫ്രെഡി ഫോൺ കട്ട് ചെയ്ത് തോമസിനെ നോക്കി കണ്ണിറുക്കി. നമ്മുടെ സംശയം ശരിയാകാനാണ് തോമസെ സാധ്യത. എൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ചാണ്ടിക്കുഞ്ഞിപ്പോൾ വെപ്രാളപ്പെട്ട് വിളിക്കുകയായിരിക്കും. അയാളൊന്ന് അടിച്ചു. ഫോൺ എൻഗേജ്ഡാണെന്ന മറുപടി കിട്ടി. തലയാട്ടിക്കൊണ്ട് ഫ്രെഡി കസേരയിലിരുന്നു. വള്ളം തള്ളിയിറക്കി ആൽബർട്ട് അതിൽ ചാടിക്കയറി. കുറ്റൻ സ്രാവുകളെ കിട്ടിയ ശേഷം 2 ദിവസം കടലിൽ പോയിരുന്നില്ല. ഇന്ന് 3-ാം ദിവസമാണ്. അവൻ ഉൾക്കടലിൽ എത്താറായപ്പോഴേക്കും നേരം സന്ധ്യയായി. പെട്ടെന്ന് വെള്ളം ചീറ്റുന്ന ഒരു ശബ്ദം കേട്ട് ആൽബർട്ട് വള്ളത്തിലേക്ക് നോക്കി. കർത്താവേ! ഒരു നിലവിളി അവനിൽ നിന്ന് ഉയർന്നു. വള്ളത്തിൽ ഒരടിയോളം ചതുരത്തിൽ തടി പോയിരിക്കുന്നു. അതുവഴി വെള്ളം അടിച്ചു കയറുകയാണ്. ഒരു നിമിഷം ആൽബർട്ട് ഞെട്ടി വിറച്ചുപോയി. ഇത്തരമൊരു അപകടം ജീവിതത്തിൽ ആദ്യത്തേതാണ്. വള്ളത്തിൽ തുള വീഴുകയും അതിലൂടെ വെള്ളം അകത്തേക്ക് കയറുകയും ചെയ്യുന്നത് സാധാരണ തന്നെ. പാള കൊണ്ടോ പാത്രം കൊണ്ടോ വെള്ളം കോരിക്കളഞ്ഞാൽ മതി. ഇത് പക്ഷെ അങ്ങനെയല്ല. അറുത്തു മാറ്റിയതുപോലെ ഏതാനും നിമിഷത്തിനുള്ളിൽ വെള്ളം മുങ്ങും. അവൻ തിടുക്കത്തോടെ പാത്രമെടുത്ത് വെള്ളം പുറത്തേക്ക് തേക്കിക്കളയാൻ തുടങ്ങി. പക്ഷേ കോരിക്കളയുന്നതിൻ്റെ 2 ഇരട്ടി വേഗത്തിൽ വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരുന്നു. അത്രയും വലിയൊരു ഭാഗം അടയ്ക്കാനും മാർഗമില്ല. ആൽബർട്ട് ചുറ്റും നോക്കി. കണ്ണെത്തുന്ന അകലത്തിൽ ചില വള്ളങ്ങളും ബോട്ടുകളുമൊക്കെ ഉണ്ടെന്ന് അവയിലെ വെളിച്ചം കണ്ടപ്പോൾ മനസ്സിലാക്കി. പക്ഷേ നേരം ഇരുളുകയാണ്. തന്നെ അവർക്ക് കാണാനാവില്ല. നിലവിളിച്ചാൽ ശബ്ദം അങ്ങെത്തുകയുമില്ല. അവൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പലക പോയ ഭാഗത്ത് അമർന്നിരുന്നു. അപ്പോൾ വെള്ളം ഇരച്ചു കയറുന്നതിൻ്റെ ശക്തി അല്പം കുറഞ്ഞു. അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ ആൽബർട്ട് വള്ളത്തിലേക്ക് ഇടിച്ചു കയറിയ വെള്ളം പുറത്തേക്ക് കോരിക്കളയാൻ ശ്രമിച്ചു. പക്ഷേ എത്ര നേരം തനിക്കങ്ങനെ ഇരിക്കാൻ കഴിയുമെന്ന് അവന് ഉറപ്പില്ലായിരുന്നു. ഇന്നിനി ചൂണ്ടയിടൽ നടക്കില്ല. ആൽബർട്ട് ഒരു കൈ കൊണ്ട് വെള്ളം തേവാനും മറുകൈയിൽ തുഴയെടുത്ത് വള്ളം തുഴയാനും തുടങ്ങി. ആയാസകരമായ ജോലിയായിരുന്നു അത്. അല്പനേരത്തിനുള്ളിൽ തന്നെ അവൻ തളർന്നു തുടങ്ങി. ഒപ്പം അകത്തേക്ക് വെള്ളം നിറയാനും തുടങ്ങി. തുഴച്ചിൽ നിർത്തിയിട്ട് ആൽബർട്ട് വെള്ളം തേകിക്കളയുന്നത് തുടർന്നു. ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്നനങ്ങിയപ്പോൾ ഒരുപാട് വെള്ളം അകത്തേക്ക് ഇടിച്ചു കയറി. ഇപ്പോൾ അരയോളം വെള്ളത്തിലാണ് അവൻ്റെ ഇരിപ്പ്. ആൽബർട്ടിന് വല്ലാത്ത ദാഹം തോന്നി. കുടിക്കാനുള്ള വെള്ളം ഇരിക്കുന്നത് അങ്ങേ തലക്കിലാണ്. അതെടുക്കാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കാനും കഴിയുന്നില്ല. വള്ളത്തിലാണ് താൻ ഇരിക്കുന്നതെന്നോ ചുറ്റും കണ്ണെത്താത്ത ദൂരത്തോളം വെള്ളമാണെന്നോ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു വെളിച്ചം മിന്നായം പോലെ അടുത്തു വരുന്നത് അവൻ കണ്ടു. യന്ത്രം ഘടിപ്പിച്ച ഒരു വള്ളം. രക്ഷിക്കണേ! ആൽബർട്ട് നിലവിളിച്ചു. പക്ഷേ ആ വലിയ വള്ളം ശക്തിയോടെ അവൻ്റെ കൊച്ചു വള്ളത്തിൽ വന്നിടിച്ചു. അമ്മച്ചി! ഒരു കരച്ചിലൂടെ അവൻ വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. വലിയ വള്ളം വലുതായൊന്നു ചരിഞ്ഞെങ്കിലും പെട്ടെന്ന് നേരെയായി. തങ്ങളുടെ വള്ളം എന്തിനെയോ ഇടിച്ചു മറിച്ചെന്ന് അതിലുണ്ടായിരുന്നവർക്കും വ്യക്തമായി.
വേഗം തിരിച്ചുവിട്, ആരോ വിളിച്ചു പറഞ്ഞു. ചാട്ടുള്ളി കണക്കെ പായുകയായിരുന്നു ആ വള്ളം. വേഗത കുറിച്ച് വെട്ടിത്തിരിഞ്ഞു വന്നു. ആൽബർട്ട് അപ്പോഴേക്കും മറിഞ്ഞു കമിഴ്ന്ന തൻ്റെ വള്ളത്തിനു മീതെ പിടിച്ചു കിടക്കുകയായിരുന്നു. വള്ളത്തിൽ വലിയ തുളയുള്ളതുകൊണ്ട് അത് താഴാൻ പോവുകയാണ്. അപ്പോഴേക്കും വലിയ വള്ളം അടുത്തെത്തി. അതിലുണ്ടായിരുന്നവർ അവനെ പിടിച്ചു കയറ്റി. അപ്പോഴേക്കും ആൽബർട്ടിന് ബോധം മറിഞ്ഞിരുന്നു. ആൽബർട്ടിന് അപകടം പറ്റിയതും രക്ഷപ്പെട്ടതുമല്ല കടൽക്കരയിൽ വാർത്തയായി. പക്ഷേ ആ വാർത്ത ഒരാളെ വല്ലാതെ അസ്വസ്ഥനാക്കി, വിൽഫ്രഡിനെ. താൻ തന്ത്രപൂർവ്വം വള്ളപ്പലകം മുറിച്ച് പശ ചേർത്ത് വച്ചത് വെറുതെയായി പോയല്ലോ എന്ന് അയാൾ നിരാശയോടെ ഓർത്തു. ഭാഗ്യം ഇപ്പോൾ അവൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ അവൻ തീർച്ചയായും രക്ഷപ്പെടുമായിരുന്നില്ല. വിവരമറിഞ്ഞാൽ അങ്കിൾ ഫ്രെഡിയുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അയാൾ ഈ വിവരം ഫ്രെഡിയെ അറിയിച്ചില്ല. അടിക്കടി പരാജയപ്പെടുകയാണ് താനും. അഡ്വക്കേറ്റ് ജനാർദ്ദന പയ്യെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അയാളെ ആരായിരിക്കും കൊണ്ടുപോയത്? ആ നേരത്ത് കോഴിക്കോട്ട് കല്ലായിപ്പുഴയുടെ തീരത്തുള്ള ഒരു തടിമില്ലിനരികെയുള്ള കെട്ടിടത്തിൽ ബന്ധനത്തിലായിരുന്നു ജനാർദ്ദന പൈ. വായ്ക്ക് മീതെ പ്ലാസ്റ്റർ ഒട്ടിച്ച് അയാളെ ഒരു തൂണിന് ചോട്ടിലിരുത്തി അതിൽ ബന്ധിച്ചിരിക്കുകയാണ്. ആരാണ് തന്നെ അവിടേക്ക് കൊണ്ടുവന്നതെന്നോ എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ അയാൾക്ക് അറിയാമായിരുന്നില്ല. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടാണ് ചുറ്റും. എവിടെയോ ഒരു പട്ടി മോങ്ങുന്ന ശബ്ദം. അല്പം കഴിഞ്ഞ് പുറത്ത് ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. തുടർന്ന് വാതിൽ തുറക്കപ്പെടുകയും മുറിയിൽ വെളിച്ചം പടരുകയും ചെയ്തു. പയ്യുടെ കണ്ണുകളിൽ ഒരു പുളിപ്പ്. അത് മാറാൻ 4-5 നിമിഷങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ അയാൾ കണ്ടു, അടഞ്ഞ വാതിലിൽ ചാരി ഒരാൾ നിൽക്കുന്നു. ആരോഗ്യദൃഢഗാത്രനായ ഒരാൾ. കട്ട അഷ്റഫായിരുന്നു അത്. പക്ഷേ ജനാർദ്ദന പൈക്ക് അയാളെ അറിഞ്ഞുകൂടാ. ഇനി കുറച്ച് ദിവസം നിങ്ങൾ ഇവിടെ തന്നെ കാണും വക്കീലെ, അയാൾ പറഞ്ഞു. മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടും. അതല്ല, സംഗതി വെടക്കാക്കാനാണ് ഭാവമെങ്കിൽ വെട്ടി തുണ്ടം തുണ്ടമാക്കി ഞാൻ കല്ലായി പുഴയിൽ വലിച്ചെറിയും, ഓർത്തോ? അയാൾ മുന്നോട്ട് വന്ന് പയ്യുടെ മുഖത്തെ പ്ലാസ്റ്റർ പറിച്ചെറിഞ്ഞു. ഞാൻ ഞാൻ എന്നെ എന്തിനാ? അത് പൂർത്തിയാക്കാൻ അഷ്റഫിന് സമ്മതിച്ചില്ല. വേണ്ട, സംസാരം വേണ്ട. പുറത്ത് ആൾക്കാർ കാവലുണ്ട്. ഒച്ച ഉയർത്തിയാൽ അവർ അകത്തേക്ക് വരും. അതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. അഷ്റഫ് പിന്തിരിഞ്ഞപ്പോൾ ലൈറ്റ് അണയുകയും വാതിൽ തുറന്നടയുകയും ചെയ്തു. ദൈവമേ, പൈ തൂണിലേക്ക് തലയമർത്തി. ദിവസങ്ങൾ കൊഴിയുകയാണ്. ആരാണ് തൻ്റെ വള്ളത്തിൻ്റെ പലക മുറിച്ച് മാറ്റിയതെന്ന് ആൽബർട്ടിന് യാതൊരു ഊഹവും കിട്ടിയില്ല. ഒരു കാര്യം മാത്രം അവന് ഉറപ്പായിരുന്നു, വള്ളത്തിൻ്റെ പലക ആരോ മുറിച്ചു മാറ്റിയത് തന്നെയാണ്. തന്നെ കൊല്ലുക തന്നെ ഉദ്ദേശം. പക്ഷേ ആരാണ് തൻ്റെ ശത്രു? ഇപ്പോൾ പല തവണയായിരിക്കുന്നു അജ്ഞാതനായ ശത്രു ഒരു മഞ്ഞുമറയ്ക്കുള്ളിൽ എന്നതുപോലെ നിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞ നേരം. പ്രിൻസും മോസസും മുറ്റത്തെ പൂഴിമണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തടി കസേരയിൽ. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൽബർട്ട്. ജോർജ് കുട്ടിയും അങ്ങോട്ട് വന്നു. എന്താ ചായ ഇനി പരിപാടി? കടലിൽ പോകണ്ടേ? പോകണം, അവൻ തലയാട്ടി. പലരും കൂടെ ചെല്ലാൻ വിളിച്ചതാ, പക്ഷേ ഒരു മടി. ഒത്തിരി കാലമായി ഒറ്റയ്ക്ക് കടലിൽ പോയിരുന്നവനല്ലേ ഞാൻ. ജോർജ് കുട്ടി തലയാട്ടി. അതൊക്കെ 1-2 ദിവസം കൊണ്ട് മാറുമെന്നേ. അച്ചായൻ കൂടെ വരുന്നത് ഞങ്ങൾക്കും ഒരു രസമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ജോർജെ. എല്ലാം കേട്ടുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങി വന്ന റോസമ്മയും പറഞ്ഞു. വള്ളം പോയെങ്കിൽ പോട്ടെ, കർത്താവിൻ്റെ കൃപ കൊണ്ട് ജീവനോടെ ഇങ്ങ് തിരിച്ചു വന്നല്ലോ, അതിൽ ആശ്വസിക്കുകയല്ലേ വേണ്ടത്. അമ്മച്ചിക്ക് അത് പറയാം. ആൽബർട്ടിൻ്റെ ശബ്ദം പതറി. എൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ടതുപോലെയാ. അത്രമാത്രം സ്നേഹവും വിശ്വാസവുമായിരുന്നു ഞാനും ആ വള്ളവും തമ്മിൽ. അല്പനേരത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. റോസമ്മ അല്പനേരം മകനെ തന്നെ നോക്കി നിന്നു. പിന്നെ പറഞ്ഞു, അമ്മച്ചി ഒരു കൂട്ടം പറഞ്ഞാൽ എൻ്റെ മോൻ കേൾക്കണം. നിനക്ക് ശത്രുക്കളുണ്ടെന്ന് ബോധ്യമായല്ലോ. അതുകൊണ്ട് ഇനി ഒറ്റയ്ക്ക് കടലിൽ പോകണ്ട. മറ്റുള്ളവർ കൂടെയുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാലും. പറഞ്ഞു വന്ന് പൂർത്തിയാക്കാൻ ആൽബർട്ട് റോസമ്മയെ അനുവദിച്ചില്ല. വേണ്ട, ഞാൻ കാരണം മറ്റുള്ളവർ കൂടി പ്രയാസമുണ്ടാവരുത്. എന്നെ ആരെങ്കിലും ഉന്നം വച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് നടത്തുക തന്നെ ചെയ്യും. ആ കൂട്ടത്തിൽ എത്ര പേർ കൂടി മരിച്ചാലും അതൊന്നും അവർക്ക് പ്രശ്നമാകില്ല. മോനെ, റോസമ്മ ഭീതിയോടെ വിളിച്ചു പോയി. അതെ അമ്മേ, മരണം തൊട്ട് പിന്നിൽ തന്നെയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് കേട്ട് റോസമ്മ മാത്രമല്ല ജോർജ് കുട്ടിയും നടുങ്ങിപ്പോയി. ആൽബർട്ട് എഴുന്നേറ്റ് കടൽക്കരയിലേക്ക് നടന്നു. കടപ്പുറത്തെ കൽക്കെട്ടിൽ നല്ല തണലുള്ള ഒരിടം നോക്കി അയാൾ ഇരുന്നു. അകലെ തിരകൾക്കു മീതെ വള്ളങ്ങളും ബോട്ടുകളും. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ. പിന്നിൽ ഒരു ശബ്ദം കേട്ടു. അല്ല, അച്ചായൻ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുവാണോ? ആൽബർട്ട് തിരിഞ്ഞു നോക്കി. മാർത്തായാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. നിന്നെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ പെണ്ണേ. അവനും ചിരിച്ചു. കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ മുന്നിൽ വന്നേനെ. അവൾ നാണത്തോടെ തലകുനിച്ചു. ആർക്ക് കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ? അച്ചായന്. ആൽബർട്ടിൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൻ പെട്ടെന്ന് വിഷയം മാറ്റി. ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. പറഞ്ഞാട്ടെ. ജോർജ് കുട്ടിയും ലാസറും തമ്മിൽ അടിയുണ്ടായതും പിന്നത്തെ പ്രശ്നങ്ങളും ഒക്കെ നിനക്കറിയാമല്ലോ. ലാസറിനോട് നിനക്ക് താല്പര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ജോർജ് കുട്ടി, അവൻ നല്ലവനാ. നിന്റെ മനസ്സറിഞ്ഞിട്ട് മറിയച്ചടുത്തിയോട് പറയാനിരിക്കുകയായിരുന്നു ഞാൻ. ജോർജ് കുട്ടി നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഞാൻ ആലോചിക്കട്ടെ.
മാർത്തയിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. ആൽബർട്ട് നോക്കിയപ്പോൾ ആ കവിളുകളെ നനച്ചുകൊണ്ട് 2 തുള്ളി കണ്ണീർ ഒലിച്ചിറങ്ങുന്നത് കണ്ടു. മാർത്തേ, ആൽബർട്ട് അമ്പരന്ന് പോയി. നീ എന്തിനാ കരഞ്ഞത്? അവളുടെ കരച്ചിലിന് ഒന്നുകൂടി ശക്തിയേറി. പറയപ്പെണ്ണേ, എന്താണേലും തുറന്നു പറഞ്ഞോ. ഞാൻ പറഞ്ഞാൽ അച്ചായൻ എന്നോട് ദേഷ്യപ്പെടുമോ? ഇല്ല. എന്നിട്ടും പേടിച്ചാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. എനിക്ക് ജോർജ് ചായനെ ആങ്ങളെ പോലെയാ. കാണുമ്പോൾ ചിരിക്കുകയും വർത്താനം പറയും ഒക്കെ ചെയ്യുമെന്നല്ലാതെ. ആൽബർട്ടിനത് വിശ്വസിക്കാനായില്ല. പിന്നെ നിനക്ക്? എനിക്ക് മറ്റൊരാൾ ഇഷ്ടമാണ്. അവളുടെ ശബ്ദം വല്ലാതെ താണു. ആരെ? അവൾ കാതരഭാവത്തിൽ അവനെ നോക്കി. ഈ ആൽബർട്ട് അച്ചായനെ. മാർത്തേ, ആൽബർട്ടിൻ്റെ ശബ്ദം അറിയാതെ ഉയർന്നു പോയി. അതെ അച്ചായ, ഞാൻ ഒത്തിരി കൊതിച്ചുപോയി. ഈ ജന്മത്തിൽ അച്ചായനല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ മാർത്ത ഒറ്റയോട്ടം. ആൽബർട്ട് തരിച്ചിരുന്നു പോയി. താൻ ഒരിക്കൽ പോലും ഇവളെപ്പറ്റി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല. നേരം പുലർന്നു വരണ്ടേയുള്ളൂ. എങ്കിലും തുറയിൽ നല്ല തിരക്കായിരുന്നു. വെളുപ്പിന് കടലിൽ നിന്നെത്തിയ വള്ളങ്ങളിലെ മീൻ ലേലം ചെയ്യുകയാണ്. ചൂരയും നെയ്മീനും കണവയുമായിരുന്നു അന്ന് കൂടുതൽ. ഇക്ബാൽ മുതലാളിയുടെ സജീവ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ലേലം ചെയ്യുന്ന കണവ നേരെ സുഹൈജാറി ഫുഡ്സിലേക്ക് നീക്കിക്കൊണ്ടിരുന്നു. അതൊന്നും കേരളത്തിൽ വിൽപ്പനയ്ക്കുള്ളതല്ല, കയറ്റി അയക്കാനുള്ളതാണ്. ആൽബർട്ടും ഉണ്ടായിരുന്നു അവിടെ. കടലിൽ പോയില്ലെങ്കിലും മീൻ കാണുന്നതും ലേലം വിളി കേൾക്കുന്നതുമൊക്കെ ഒരു അരയന് സന്തോഷമുള്ള കാര്യമാണ്. ഒരു വശത്ത് ലേലം കൊണ്ട മീനുകൾ ടെമ്പോയിൽ കയറ്റുന്നു. നീ ഇങ്ങനെ വെറുതെ നിന്നാൽ മതിയോ ആൽബർട്ടെ? ഇടയ്ക്ക് അല്പസമയം കിട്ടിയപ്പോൾ ഇക്ബാൽ മുതലാളി അന്വേഷിച്ചു. ഒരു കൊച്ച് ഫൈബർ വള്ളം വാങ്ങണം. ഞാനും അത് തന്നെയാ മുതലാളി ചിന്തിക്കുന്നത്. നേരം ഒന്നുകൂടി പുലർന്നു. പെട്ടെന്ന് വെടിമണിയൻ പാഞ്ഞു വന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൽക്കെട്ടിനടുത്ത് ഒരു ശവം അടിഞ്ഞേ. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. കൽക്കെട്ടിനടുത്ത് ശവം. തുറയിൽ നിശബ്ദത പരന്നു. ലേലവിളി പോലും നിലച്ചു. സകലരും വെടിമണിയനെ തുറച്ചു നോക്കി. പറഞ്ഞത് അവനായതുകൊണ്ട് വിശ്വസിക്കാൻ എല്ലാവർക്കും അല്പം പ്രയാസം തോന്നി. നേരാണോടെ മണിയാ? അതോ ഇന്നലത്തെ കള്ളിൻ്റെ കെട്ടിടം കത്തിഞ്ഞപ്പം വല്ല വാഴപ്പിണ്ടിയോ മറ്റോ കണ്ടിട്ട് നിനക്കങ്ങനെ തോന്നിയതാണോടാ? ഇക്ബാൽ മുതലാളി സംശയത്തോടെ തിരക്കി. അല്ല മുതലാളി, സംഗതി സത്യം തന്നെ. ഞാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. എങ്കിൽ അതൊന്ന് നോക്കിക്കളയാം. ആദ്യം മുന്നോട്ട് കുതിച്ചത് ആൽബർട്ടാണ്. അവന് പിന്നാലെ മറ്റുള്ളവരും പാഞ്ഞു. തുറയുടെ വടക്ക് കൽക്കെട്ടുകൾക്കരികിലാണ് മൃതദേഹം കിടന്നിരുന്നത്, അതും പോളകൾക്കിടയിൽ. തിരമാലകൾ അടിച്ചു വന്ന് ശവത്തെ തഴുകി മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ആളുകൾ കൽക്കെട്ടിന് മുകളിൽ നിന്ന് അത് കണ്ടു. നാറ്റമടിക്കുന്നില്ലല്ലോ. ചത്തിട്ട് അധിക നേരം ആയിട്ടില്ലെന്ന് തോന്നുന്നു, ചട്ടുകാലൻ കൊച്ചൂട്ടി പറഞ്ഞു. പെട്ടെന്ന് ആൽബർട്ടിൻ്റെ നെറ്റി ചുളിഞ്ഞു. ആ ശവം ഒന്ന് അനങ്ങിയോ? ഒരു കുതിപ്പിന് അവൻ കൽക്കെട്ടിന് താഴെ എത്തി. ഒരു തിര കൂടി അടിച്ചു വന്ന് കയറി മടങ്ങി. ആൽബർട്ട് ശവത്തിൻ്റെ മൂക്കിന് മുകളിൽ കൈവച്ച് നോക്കി. ശ്വാസമുണ്ട്. അവൻ വെട്ടിത്തിരിഞ്ഞ് കൽക്കെട്ടിൽ നിൽക്കുന്നവരെ നോക്കി വിളിച്ചു പറഞ്ഞു. ഇയാൾ മരിച്ചിട്ടില്ല. ആരേലും ഇറങ്ങി വരേ. അത് കേട്ടതേ ജോർജ് കുട്ടിയും മറ്റു ചിലരും കൂടി എടുത്തു ചാടി. ആ മനുഷ്യനെ വലിച്ചുയർത്തി കരയിൽ കൊണ്ടുവന്നു. ഷർട്ടും അണ്ടർവെയറും മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അല്പം നീണ്ട താടിയും മുടിയും. ഏറിയാൽ 30 വയസ്സ് കാണും. വെള്ളം അധികം കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ഇക്ബാൽ മുതലാളി അഭിപ്രായപ്പെട്ടു. പോലീസിൽ അറിയിക്കണ്ടേ? ചിലർക്ക് സംശയം. അഥവാ ഇയാൾ ഇവിടെ കിടന്ന് മരിച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ടി വന്നാലോ? അത് നേരാ. ഉടൻ തന്നെ ഇക്ബാൽ മുതലാളി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. ആളുകളിൽ നല്ലൊരു ഭാഗം വീണ്ടും മീൻ ലേലം നടക്കുന്നിടത്തേക്ക് പോയി. ആൽബർട്ടും കൊച്ചുകുട്ടിയും വേറെ ചിലരും ആ ശരീരത്തിനരികിലിരുന്നു. വിവരം കേട്ടറിഞ്ഞ് തുറയിലെ സ്ത്രീകളും കുട്ടികളും വരെ ആ മനുഷ്യനെ കാണാനെത്തി. അവരൊക്കെ ആദ്യം കാണുകയായിരുന്നു അയാളെ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ASI കാർത്തികേയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിച്ചേർന്നു. ആൽബർട്ടും മറ്റും നടന്ന കാര്യം അതുപോലെ പറഞ്ഞു. പോലീസ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ജീപ്പിലേക്ക് കയറുമ്പോൾ പക്ഷേ ബോധമില്ലാതെ കിടന്നിരുന്ന മനുഷ്യൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. ആദ്യഘട്ടം വിജയിച്ചു. തൻ്റെ അഭിനയം മസിലായി. വിൽഫ്രഡ് ആയിരുന്നു അത്. അന്ന് തുറയിൽ ആ മനുഷ്യനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളായിരുന്നു. ആരെങ്കിലും ചത്തെന്ന് കരുതി അയാളെ കടലിൽ തള്ളിയതായിരിക്കും. ചിലപ്പോൾ വേറെ എവിടെ നിന്ന് എന്തെങ്കിലും മീൻ പിടിക്കാൻ വന്നവരായിരിക്കും. ഇനി വല്ല കള്ളക്കടത്തുകാരനുമാണോന്ന് ആരറിഞ്ഞു? അതായിരുന്നു കൊച്ചുകുട്ടിയുടെ സംശയം. അയാൾ ആശുപത്രി കിടന്ന് ചത്താൽ വലിച്ചു കയറ്റിയവരും പോലീസിനെ വിളിച്ചവരുമൊക്കെ സമാധാനം പറയേണ്ടി വരും. 3.5 തരം. ലാസർ ഒരു ബീഡിക്ക് തീ കൊളുത്തിക്കൊണ്ട് കൊച്ചുകുട്ടിയെ നോക്കി. എൻ്റെ ലാസറേ, നീ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ. ഞാനൊന്നും പറഞ്ഞില്ലേലും അനുഭവിക്കാനുള്ളവർക്ക് അത് കിട്ടുക തന്നെ ചെയ്യും. ലാസർ വിജയഭാവത്തിൽ ചിരിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും തുറയിൽ വാർത്ത പരന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയ മനുഷ്യൻ മരിച്ചിട്ടില്ല. അയാൾ ആരാണെന്നും എന്താണുണ്ടായതെന്നും അറിയാനുള്ള ആഗ്രഹം അവർക്കുണ്ടായി. ഇക്ബാൽ മുതലാളി ആൽബർട്ടിനെ വിളിച്ചു വരുത്തി. ആൽബർട്ടോ, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോകണ്ടേ? അയാൾക്ക് എന്താ പറ്റിയതെന്ന് അറിയണം. ഈ തുറയിൽ ആരെങ്കിലും അയാൾക്കുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത് ശരിയാണെന്ന് ആൽബർട്ടിനും തോന്നി. 4 മണിയോടെ ഇക്ബാൽ മുതലാളിയുടെ കാറിൽ തന്നെയാണ് അവർ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത്.
അവിടെ എത്തുമ്പോൾ ജനറൽ വാർഡിൽ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു വിൽഫ്രഡ്. അവരെ കണ്ടപ്പോൾ അയാൾ അപരിചിത ഭാവം നടിച്ചു. ഞങ്ങൾ മനസ്സിലായോ തനിക്ക്? ഒരു സ്റ്റൂൾ വലിച്ചിട്ട് ഇരിക്കുന്നതിനിടയിൽ ഇക്ബാൽ തിരക്കി. ഇല്ല, അയാൾ മന്ത്രിച്ചു. തീരത്ത് ചാവാറായി കിടന്ന തന്നെ വലിച്ച് കരയ്ക്ക് കയറ്റിയതും പോലീസിൽ അറിയിച്ച് ഇവിടെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിച്ചതും ഞങ്ങളാ. വിൽഫ്രഡിന്റെ കണ്ണുകളിൽ നിരാശ പട്ടിരുന്നത് അവർ കണ്ടു. അത് വേണ്ടായിരുന്നു, അയാൾ പറഞ്ഞു. നോട്ടം ഭിത്തിയിലേക്ക് എങ്ങോ ഉറപ്പിച്ചിരുന്നു അയാൾ. അതെന്താ? അമ്പരപ്പോടെ ഇക്ബാലും ആൽബർട്ടും മുഖാമുഖം നോക്കി. ഞാൻ ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അയാളുടെ ശബ്ദത്തിലെ നിരാശയും അവർ തിരിച്ചറിഞ്ഞു. എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് ആ മനുഷ്യനെന്ന് അവർക്ക് തോന്നി. പക്ഷേ എത്രയൊക്കെ ചോദിച്ചിട്ടും അയാളൊന്നും വിട്ടു പറഞ്ഞില്ല. തൻ്റെ പേര് ജെയിംസ് എന്നാണെന്നും താൻ അനാഥനാണെന്നും മാത്രം പറഞ്ഞു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് അവർ മടങ്ങി. കോഴിക്കോട് മട്ടാഞ്ചേരിയിൽ നിന്ന് അവിടെ എത്തിയ അങ്കിൾ ഫ്രെഡിയുടെ ആളുകൾ ചാണ്ടിക്കുഞ്ഞിനെ സദാ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവസാനം ഒരു രാത്രിയിൽ അയാളെ പിന്തുടർന്നു പോയ അവർ കല്ലായി പുഴയ്ക്കടുത്തുള്ള ഒരു ഈർച്ചമില്ലിൻ്റെ അടുത്തെത്തി. ചാണ്ടിക്കുഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുന്നതും കാത്തു നിന്നിരുന്ന ഒരാൾ അയാളെയും കൂട്ടി തൊട്ടടുത്ത വലിയ കെട്ടിടത്തിലേക്ക് പോകുന്നതും അവർ കണ്ടു. കെട്ടിടത്തിലെ മുറിക്കുള്ളിലെത്തിയ ചാണ്ടിക്കുഞ്ഞ് തളർന്ന് അവശനായി കിടക്കുന്ന അഡ്വക്കേറ്റ് ജനാർദ്ദന പൈയുടെ മുന്നിലെത്തി. തലയുയർത്തിയ ജനാർദ്ദന പൈ മുന്നിൽ നിൽക്കുന്ന ചാണ്ടിക്കുഞ്ഞിനെ കണ്ടപ്പോൾ അത്ഭുതം കൂറി. ചാണ്ടിക്കുഞ്ഞെ, എന്നെ ചിലർ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. രക്ഷിക്കാം. അയാളൊരു കസാര വലിച്ചിട്ടിരുന്നു. ആരാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്നോ ഈ സ്ഥലം ഏതാണെന്നോ അറിയാമോ? ഇല്ല. വളരെ നല്ലത്. എന്നാൽ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടാണ് അവർ തന്നെ ഇവിടെ കൊണ്ടുവന്നത്. തല രണ്ടായി പിളർത്തിക്കൊണ്ട് ഒരു ഈർച്ചവാൾ കടന്നു പോകുന്ന അനുഭവമാണപ്പോൾ അഡ്വക്കേറ്റ് ജനാർദ്ദന പൈക്കുണ്ടായത്. അതെ, ചാണ്ടിക്കുഞ്ഞ് ചിരിച്ചു. കാര്യം എന്താണെന്ന് തനിക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. ഞങ്ങൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ കൈവിട്ടു പോകുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമാകില്ലല്ലോ. ജനാർദ്ദന പൈയുടെ കണ്ണു തള്ളി. ഇപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ വ്യക്തമായി. ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയും നിസ്സഹായനുമാണ് ചാണ്ടിക്കുഞ്ഞെ. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ആ വിൽപത്രത്തിൻ്റെ കോപ്പി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതനുസരിച്ച് അനന്തരാവകാശികളെ കണ്ടെത്തി വിവരമറിയിക്കുക എന്നൊരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. ചാണ്ടിക്കുഞ്ഞ് മുന്നോട്ടാഞ്ഞതും ജനാർദ്ദന പൈയുടെ കവിളടക്കം ഒറ്റ അടിയായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റാരും അവകാശികളില്ലെങ്കിൽ ആ സ്വത്തുക്കൾ ഞങ്ങൾക്ക് വന്നു ചേരില്ലേ? ജനാർദ്ദന പൈ മറുപടി പറഞ്ഞില്ല. ചാണ്ടിക്കുഞ്ഞ് അമർത്തിയൊന്ന് മൂളി. തനിക്ക് കൂറ് ഇപ്പോഴും ആരോടാണെന്ന് ഞങ്ങൾക്കറിയാം. അത് വേണ്ട. അവകാശികൾ വേറെ ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഞങ്ങൾ തൻ്റെ അടുത്ത് വരും. അപ്പോഴാണ് ഞങ്ങൾക്ക് തൻ്റെ സേവനം വേണ്ടത്. അതുവരെ ഇവിടെ കിടന്നോ. ചാണ്ടിക്കുഞ്ഞെ, ജനാർദ്ദന പൈയുടെ മറുപടിക്ക് കാക്കാതെ അയാൾ പുറത്തേക്ക് പോയി വാതിലടഞ്ഞു. ചാണ്ടിക്കുഞ്ഞ് വന്ന കാർ മടങ്ങിപ്പോകുന്നത് മട്ടാഞ്ചേരി സംഘം കാണുന്നുണ്ടായിരുന്നു. ആ കെട്ടിടത്തിന് ഒരാൾ മാത്രമേ കാവലുള്ളൂ അവരറിഞ്ഞു. കാവൽക്കാരൻ കെട്ടിടത്തിൻ്റെ കൊച്ചു വരാന്തയിൽ ഒരു കസാരയിൽ ഇരുന്നിട്ട് കാലുകൾ അരഭിത്തിയിലേക്ക് ഉയർത്തി വെച്ചു. പിന്നെ ഒരു ബീഡി കത്തിച്ചു. മട്ടാഞ്ചേരി സംഘം കരുതലോടെ മുന്നോട്ട് നീങ്ങി. ഈർച്ചമില്ലിന് തൊട്ടടുത്തുള്ള ആ കെട്ടിടത്തിൻ്റെ വരാന്തയിൽ മാത്രമേ ലൈറ്റ് തെളിഞ്ഞു നിന്നിരുന്നുള്ളൂ. വലിച്ചു തീർന്ന ബീഡിത്തുണ്ട് വലിച്ചെറിഞ്ഞ് കാവൽക്കാരൻ നിവർന്നിരുന്നു. അഞ്ചംഗ മട്ടാഞ്ചേരി സംഘം കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തെത്തി. എങ്ങും അറക്കപ്പൊടി ചിതറിക്കിടക്കുന്നതിനാൽ അവരുടെ പാദപതന ശബ്ദം കേൾക്കുന്നേയില്ല. അവർ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. പിന്നെ 2 പേർ കുതിച്ചു. കാവൽക്കാരൻ്റെ കഴുത്തിൽ ഒരാളുടെ ഇടതു കൈ മുറുകി. വലതു കൈ അയാളുടെ മുഖത്തും അമർന്നു. രണ്ടാമൻ അയാളുടെ കൈകൾ പിന്നോട്ട് പിടിച്ച് തിരിച്ച് കത്രിക പൊട്ടിട്ടു. പിന്നെ ചരടിട്ട് കെട്ടി. അയാളുടെ മുഖത്ത് നിന്ന് കൈകൾ മാറ്റി കുറേ അറക്കപ്പൊടി വാരി വായിൽ കുത്തിത്തിരുകി ഒരു കർച്ചീഫിട്ട് വട്ടം കെട്ടി. അനന്തരം അയാളുടെ കീശയിൽ നിന്ന് താക്കോലെടുത്ത് പിന്നിൽ നിന്നിരുന്ന 3 പേർക്ക് നീട്ടി. അവർ അത് വാങ്ങി കെട്ടിടം തുറന്ന് അകത്ത് കയറി. 2 പേർ കരുത്തിലോടെ പുറത്ത് കാവൽ നിന്നു. മിനിറ്റുകൾക്കുള്ളിൽ അഡ്വക്കേറ്റ് ജനാർദ്ദന പയ്യുമായി അവർ പുറത്തു വന്നു. കാവൽക്കാരനെ കെട്ടിടത്തിനുള്ളിലേക്ക് തള്ളിയിട്ട് വാതിൽ പുറത്തു നിന്ന് അടച്ചുപൂട്ടി. ഒട്ടും സമയം പാഴാക്കാതെ ജനാർദ്ദന പയ്യുമായി ഇരുളിലേക്ക് ഊളയിട്ടു. ഇരുളിൽ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു. വെട്ടിത്തിരിഞ്ഞ് അത് അലറിപ്പാഞ്ഞു പോയി. വിവരം വന്ന് പറഞ്ഞതിൻ്റെ കവിളടക്കം അഷ്റഫ് ഒറ്റ അടി കൊടുത്തു. റാസ്കൽ, നീയൊക്കെ എന്തിനാ തിന്നും കുടിച്ചും അവിടെ കാവൽ നിൽക്കുന്നത്? അയാൾ തല കുനിച്ചു നിന്നു. അഷ്റഫ് അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് തള്ളി. ഭിത്തിയിൽ ചെന്നുമുട്ടി അയാൾ നിശ്ചലം നിന്നു. കോപം വന്നാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അഷ്റഫ്. അയാളെ ആര് എവിടേക്ക് കൊണ്ടുപോയതാണെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം. 6 മണിക്കൂറിനുള്ളിൽ. മനസ്സിലായോ? അഷ്റഫ് ആ മനുഷ്യന് നേരെ കൈ ചൂണ്ടി. പോയിക്കോ. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെ അയാൾ പുറത്തേക്ക് നടക്കുമ്പോൾ അഷ്റഫിൻ്റെ ശബ്ദം പിന്തുടർന്നെത്തി. തോറ്റിട്ട് ഇങ്ങോട്ട് മടങ്ങി വന്നേക്കരുത്. സ്വയം ജീവനൊടുക്കിക്കൊള്ളണം. അയാളിൽ നിന്ന് മറുപടി കിട്ടിയില്ല. കാര്യം ചുരുക്കി പറഞ്ഞു. കർത്താവേ, മൊത്തം അലമ്പായല്ലോ. നിലവിളി പോലെയായിരുന്നു ചാണ്ടിക്കുഞ്ഞിൻ്റെ ശബ്ദം. വിഷമിക്കണ്ട. ഈ ഭൂമുഖത്ത് അയാൾ എവിടെയുണ്ടെങ്കിലും എൻ്റെ ആൾക്കാർ പൊക്കിയിരിക്കും ചാണ്ടിക്കുഞ്ഞ്, അഷ്റഫ് ഉറപ്പ് കൊടുത്തു. പക്ഷേ അതൊന്നും ചാണ്ടിക്കുഞ്ഞിൻ്റെ മനസ്സിൽ കത്തിയ തീ അണയ്ക്കാൻ പര്യാപ്തമായിരുന്നില്ല. വേവലാതിയോടെ അയാൾ എൽസമ്മയെയും ആൻഡ്രൂസിനെയും വിവരം അറിയിച്ചു.
ആരായിരിക്കും ചാണ്ടിക്കുഞ്ഞ ചായ ഈ കൊലച്ചതി ചെയ്തത്? എൽസമ്മ അങ്കലപ്പോടെ തിരക്കി. അഡ്വക്കേറ്റിനെ കൊണ്ട് ഇപ്പോൾ ആവശ്യം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അച്ചായൻ പറഞ്ഞു വരുന്നത് അങ്കിൾ ഫ്രെഡി. ചാണ്ടിക്കുഞ്ഞ് അമർത്തിയൊന്ന് മോളി. പക്ഷേ അയാൾ കൊച്ചിയിലല്ലേ? അതുകൊണ്ടെന്താ? കടൽ കിഴവനാണ് അയാൾ. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അയാൾ ചിന്തിക്കും, പ്രവർത്തിക്കും. അപ്പോഴിനി എന്തു ചെയ്യും? അതിന് ഉത്തരം പറയാതെ ചാണ്ടിക്കുഞ്ഞ് ഫോൺ വച്ചു. അങ്കിൾ ഫ്രെഡി പീറ്റർ സ്കോട്ടിൻ്റെ ഒരു കുപ്പി തുറന്ന് വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് വെച്ചു. വളരെ പെട്ടെന്ന് തന്നെ 4-5 കവിൾ അകത്താക്കുകയും ചെയ്തു. എല്ലാം നോക്കിക്കൊണ്ട് കണ്ണും വീഴ്ച നിൽക്കുകയായിരുന്നു തോമസ്. ഇത്രയും സന്തോഷവാനായി അങ്കിൾ ഫ്രെഡിയെ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് അയാൾക്ക് തോന്നി. ഒരു ചാണ്ടിക്കുഞ്ഞ്. ഞാൻ വെറും വൃദ്ധനാണെന്നും എന്നെ വളരെ വേഗം പറ്റിക്കാമെന്നും ആ കഴിവേറുമൺ കരുതിയിട്ടുണ്ടാവും. അവനേക്കാൾ വലിയ അഭിനയം പഠിച്ചവനാണ് ഞാൻ. ഇനി അഡ്വക്കേറ്റിനെ മഷിയിട്ട് നോക്കിയാൽ പോലും അവൻ കാണാൻ പോകുന്നില്ല. തോമസേ. എന്തോ? അയാൾ മുന്നോട്ട് ചെന്നു. ചാണ്ടിക്കുഞ്ഞ് ചിലപ്പോൾ വിളറിപ്പാഞ്ഞു വന്നേക്കാം. അറിയാതെ പോലും നാവിൽ നിന്ന് വക്കീലിനെ കുറിച്ച് ഒരക്ഷരം പുറത്തു പോകരുത്. ഇല്ലെങ്കിൽ തനിക്കല്ലാതെ മറ്റാർക്കും ജനാർദ്ദന പൈ എവിടെയാണെന്ന് അറിയില്ല, തോമസിന് പോലും. വരട്ടെ, ഇനി കളികൾ താൻ കാണിച്ചു കൊടുക്കാം. ഫ്രെഡി വീണ്ടും കുപ്പി വായിലേക്ക് കമിഴ്ത്തി. 2 ദിവസങ്ങൾ കഴിഞ്ഞു. കടലിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുറ്റത്ത് ഒരു കസേരയിലിരിക്കുകയായിരുന്നു ആൽബർട്ട്. പ്രിൻസും മോസസും മണ്ണിൽ കളിക്കുകയാണ്. ലിസി ഒരു ചായ കൊണ്ടുവന്ന് ആൽബർട്ടിന് കൊടുത്തു. അമ്മച്ചി എന്തിയേ? അപ്പുറത്തുണ്ട്, മീൻ വെട്ടുകയാ. നീ ഇനി കടലിൽ പോകണല്ലേ ആൽബർട്ടെ? പോണം. അവൻ ചായ ഊതി കുടിച്ചു. വൈകിട്ട് കടലിൽ പോകാനുള്ളവർ വലയും മറ്റും വള്ളത്തിലേക്ക് കയറ്റുന്നത് കാണാമായിരുന്നു. എനിക്ക് തോന്നുന്നത് നീ ഇനി ഒറ്റയ്ക്ക് കടലിൽ പോകാതിരിക്കുന്നതാ നല്ലതെന്നാ. എന്തോ ഓർത്തിട്ട് ലിസി പറഞ്ഞു. അതെന്താ? നിനക്ക് ശത്രുക്കളുണ്ട്. അതാരാണെന്ന് അറിയത്തില്ലല്ലോ. ഈ തുറയിലാകാം, അല്ലെങ്കിൽ പുറത്താകാം. അതാരാണ് അറിയുന്നതുവരെ നീ ഒറ്റയ്ക്ക് പോകണ്ട. അങ്ങനെയൊക്കെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? ആൽബർട്ട് ചിരിച്ചു. അമ്മാച്ചാ, ചായ താ. പ്രിൻസും മോസസും എണീറ്റ് വന്നു. പകുതി കുടിച്ച ചായ ഗ്ലാസ് അവൻ അവർക്ക് നീട്ടി. അത് നീ കുടിച്ചോടാ, വേറെ ചായ ഇരിപ്പുണ്ടോ? വാ മക്കളെ. ലിസി കുട്ടികളെയും കുട്ടി അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ജോർജ് കുട്ടി അങ്ങോട്ട് വന്നു. കൂടെ വേറൊരാളുണ്ടായിരുന്നു. ആൽബർട്ടിന് അയാളെ മനസ്സിലായി. കടൽക്കരയിൽ നിന്ന് തങ്ങൾ വലിച്ചു കയറ്റി ആശുപത്രിയിലേക്ക് വിട്ടയാൾ ജെയിംസ്. താനെന്താ ജെയിംസേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്? ഇന്ന്. കണ്ണുകളിലെ ക്രൂരമായ തിളക്കം ഒളിപ്പിച്ചുകൊണ്ടാണ് വിൽഫ്രഡ് പറഞ്ഞത്. ഇവിടെ താൻ ജെയിംസ് ആണ്. ഇയാൾക്ക് അച്ചായനോട് നന്ദി പറയണമെന്ന് അതിനാ വന്നത്, ജോർജ് കുട്ടി കൂട്ടിച്ചേർത്തു. അതുമാത്രമല്ല അച്ചായ, വിൽഫ്രഡ് തുടർന്നു. അച്ചായൻ വിചാരിച്ചാൽ എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് തരാൻ പറ്റത്തില്ലേ? അതിനും കൂടിയാണ് ഞാൻ വന്നത്. ആൽബർട്ട് ചിരിച്ചുപോയി. എടോ ജെയിംസേ, ഞാനിവിടെ ജോലിയില്ലാതിരിക്കുക ഇപ്പോഴും. അങ്ങനെയുള്ള ഞാൻ തനിക്ക് എന്ത് ജോലി? അവൻ പൂർത്തിയാക്കും മുമ്പ് വിൽഫ്രഡ് പറഞ്ഞു. എന്ത് ജോലി ഞാൻ ചെയ്തോളാം ചായ. തനിക്ക് കടലിൽ പോകാൻ പറ്റുമോ? പോകാം. ഓരോന്നും ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്കിൽ ഞാൻ നാളെ വരട്ടെ. എവിടെയാണ് താൻ താമസിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, വിശാലമായ കടത്തീരമല്ലേ കിടക്കുന്നത്. എവിടെയെങ്കിലും കിടന്നുറങ്ങും. വിൽഫ്രഡ് നടന്നുപോയി. ആൽബർട്ട് ജോർജ് കുട്ടിയെ നോക്കി. എന്ത് പറയുന്നു നീ? അയാൾ എങ്ങനെയുള്ളവനാ? കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നുന്നു. ആൽബർട്ട് തലകുലുക്കി. അന്ന് രാത്രി പരമുവിൻ്റെ ഷാപ്പിൽ നിന്നിറങ്ങിയ ലാസറുടെ മുന്നിൽ ഒരാൾ വന്നു. ലാസറല്ലേ? അതെ. അവൻ നെറ്റി ചുളിച്ചു. ദാ അവിടെ കിടക്കുന്ന കാറിൽ ഒരാൾ നിന്നെ കാത്തിരിപ്പുണ്ട്. അയാൾ കഴിച്ചുകൊണ്ടി. ആരാ? നീ അറിയുന്ന ഒരാൾ. അയാളുടെ നിൽപ്പും സംസാരമൊന്നും ലാസറിന് അത്ര പിടിച്ചില്ല. ആളിന് പേരില്ലേ? പേര് പറയാതെ നീ അങ്ങോട്ട് പോകത്തില്ലേ? ആഗതിൻ്റെ ശബ്ദം മാറി. ലാസർ അയാളെ തുറച്ചൊന്ന് നോക്കി. അപ്പോൾ കാറിൽ നിന്നൊരാൾ പുറത്തിറങ്ങി. അതിൽ ചാരി നിന്ന് സിഗരറ്റ് കത്തിക്കുന്നത് ലാസർ കണ്ടു. വാ. ആഗതൻ നടന്നു കഴിഞ്ഞു. ഒന്ന് സംശയിച്ചു നിന്നിട്ട് അവൻ പിന്നാലെ ചെന്നു. അടുത്തെത്തും മുൻപ് തന്നെ അവന് ആളിനെ മനസ്സിലായി. ഇൻസ്പെക്ടർ രാജൻ. തോന്നിയസൻ രാജൻ. എന്താണ് നിനക്ക്? ഞാൻ വിളിച്ചാലൊന്നും ഇങ്ങോട്ട് വരാൻ വയ്യ അല്ലടാ? രാജൻ തിരക്കി. അയ്യോ അങ്ങനെയല്ല സാറേ. ആരാ വിളിക്കുന്നതെന്ന് ഇയാൾ പറഞ്ഞില്ലായിരുന്നു. രാജൻ 2 കവിൾ പുക ആഞ്ഞു വലിച്ചൂതി. പെട്ടെന്ന് കാറിന് പിന്നിൽ നിന്ന് 2 പേർ കൂടി അവിടേക്ക് വന്നു. ലാസറിന് സംശയം തോന്നി. അടുത്ത ആഴ്ച എൻ്റെ കേസ് കോടതിയിൽ നടക്കും. ആ നേരത്ത് ആൽബർട്ട് ജീവനോടെ ഉണ്ടായിരിക്കരുത്. അതുകൊണ്ട് ഈ രാത്രി തന്നെ ആൽബർട്ടിനെ വീടിന് പുറത്തിറക്കി നീ ഇവർക്ക് കാണിച്ചു കൊടുക്കണം. അല്ല സാറേ, വീടിന് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത്ര തന്നെ. നീ അത് ചെയ്തിരിക്കണം. രാജൻ ലാസറിനെ കൂട്ടിക്കൊണ്ട് വന്നവനെയും മറ്റു 2 പേരെയും നോക്കി. ഇവൻ്റെ കൂടെ ചെല്ല്. അഥവാ ഇവൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവനെ ആദ്യം തീർത്തേര്. സാർ. നെഞ്ചിലൊരു കത്തിപ്പൊളഞ്ഞിറങ്ങിയതുപോലെ ലാസർ വിളിച്ചു. അത് ശ്രദ്ധിക്കാതെ രാജൻ കാറിൽ കയറി അകന്നു പോയി. നടക്കടാ, അവരിൽ ഒരാൾ പറഞ്ഞു. യാത്രികമായി അവൻ അവർക്കൊപ്പം നീങ്ങി. രാത്രി 12 മണിയോട് അടുക്കാറായി കാണും. തിരമാലകളുടെ ഹുങ്കാരമൊഴിച്ച് തുറ ശാന്തമായിരുന്നു. ആൽബർട്ട ചായ, ആൽബർട്ട ചായ. വാതിൽ തട്ടി ആരോ വിളിക്കുന്നു. ആൽബർട്ട് ഉണർന്നു. ആരാ? ഞാനാ. മാർത്തയുടെ വീട്ടിൽ ആ ലാസറും കൂട്ടരും കയറി. ഭയങ്കര പ്രശ്നമാ. ആൽബർട്ട് ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു.
ആരോ ഓടിപ്പോകുന്നത് കണ്ടു. തന്നോട് വിവരം പറഞ്ഞിട്ട് മാർത്തയുടെ വീട്ടിലേക്ക് ഓടുന്നതാണെന്ന് അവൻ കരുതി. ആൽബർട്ടും അങ്ങോട്ട് ഓടി. പെട്ടെന്ന് തറയിൽ നിന്നൊരു കയർ ഉയർന്നു. അതിൽ കാൽ കുരുങ്ങി ആൽബർട്ട് പൂഴിമണ്ണിൽ കമിഴ്ന്നു വീണു. അപ്രതീക്ഷിതമായ സംഭവമായിരുന്നതിനാൽ ആൽബർട്ടിന്റെ കണ്ടത്തിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. വല്ല പശുവിനെയോ മറ്റോ കെട്ടിയിരുന്ന കയറായിരിക്കുമെന്നാണ് അവൻ ആദ്യം കരുതിയത്. പക്ഷേ വീണെടുത്തു നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ കണ്ടു തൻ്റെ ചുറ്റും ചില രൂപങ്ങൾ. 3 പേർ. അവൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ തിരമാലകൾ തല്ലിത്തകർത്തു. മനഃപൂർവ്വം തന്നെ കയർ കുരുക്കി വീഴ്ത്തിയതാണ് അപകടം. കരുതലോടെയാണ് അവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചത്. പക്ഷേ ഒരുത്തൻ കാൽ ആഞ്ഞു വീശി. താടിക്ക് തൊഴിയേറ്റ് അവൻ പിന്നോട്ട് മലർന്നു വീണു, മറ്റൊരാളുടെ കാൽ ചുവട്ടിലേക്ക്. അയാൾ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അമ്മച്ചി! അമർത്തിയ ഒരു നിലവിളിയോടെ അവൻ ആ കാലുകളിൽ പിടിച്ചു തിരിക്കുകയും ആ മനുഷ്യൻ അവൻ്റെ അരികിൽ തന്നെ ഒരു ഞെരുക്കത്തോടെ വീഴുകയും ചെയ്തു. ആൽബർട്ട് കൈ ചുരുട്ടി അയാളുടെ മുഖത്തിടിച്ചു. വങ്കായം കൊണ്ടുള്ള അടിയേറ്റ അവസ്ഥയിലായിരുന്നു അയാൾ. പല്ലുകൾ ഇളകിയതുപോലെ ആൽബർട്ട് ചാടി എഴുന്നേറ്റു. ആക്രമിക്കാൻ വന്ന 2 പേരെയും നേരിട്ടു. ഇരുട്ടിൽ പൊരിഞ്ഞ അടി നടക്കുകയായിരുന്നു. ഒരു തെങ്ങിന് പിന്നിൽ മറിഞ്ഞിരുന്ന ലാസർ എല്ലാം കാണുകയായിരുന്നു. ആൽബർട്ടിനെ ആക്രമിക്കുന്നത് പോലീസുകാരായതിനാൽ ഇത്തവണ വിജയം അവർക്കാവുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ആൽബർട്ട് ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ മാർത്ത തൻ്റെ ഭാര്യയാകുന്നത് ഭാവനയിൽ കണ്ടു. 2 പേർ നോക്കിയിട്ടും ആൽബർട്ടിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. ഇതിനിടെ തറയിൽ വീണയാളും തപ്പിത്തടഞ്ഞെണീറ്റു. അയാളുടെ കയ്യിൽ ഒരു മടൽ തടഞ്ഞു. അതെടുത്തതും ആൽബർട്ടിൻ്റെ തലയിലാക്കാക്കി ഒറ്റയടി. പക്ഷേ അല്പം മാറിപ്പോയി കൊണ്ടത് തോളിൽ. അവൻ വെട്ടിത്തിരിഞ്ഞു. ഒരു കൊമ്പൻ സ്രാവ് തിരിയും പോലെ. രണ്ടാമതും അടിക്കാനോങ്ങിയ മടലിൽ അവൻ കടന്നു പിടിച്ചു. പിന്നെ കാലുയർത്തി അയാളുടെ നെഞ്ചിൽ ഒരു ചവിട്ട്. ഹാ! അയാൾ വീണ്ടും വീണു. പിന്നീട് മടൽ കൊണ്ടായിരുന്നു അവൻ്റെ ആക്രമണം. ശത്രുക്കൾ പതറി. പക്ഷേ ഒരു പിടി മണൽ വാരി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. കണ്ണിൽ മണ്ണ് വീണ ആൽബർട്ടിന് അടിപതറി. ആ തക്കം ശത്രുക്കൾ പ്രയോജനപ്പെടുത്തി. അവർ അവനെ ഒന്നിച്ചാക്രമിച്ചു. മടൽ അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. പെട്ടെന്ന് ഇരുട്ടിൽ ഒരു ടോർച്ച് മിന്നി. തുടർന്ന് ഒരു മനുഷ്യൻ കൂടി അവർക്കിടയിലേക്ക് പറന്നു വീണു. വിടറ ആൽബർട്ടിനെ! ഒരു ഗർജനം. തുടർന്ന് ഉരുക്കുമുഷ്ടികൾ ചീറിയെത്തി. ശത്രുക്കളുടെ മുഖവും നെഞ്ചും ചതഞ്ഞു. ബഹളങ്ങൾ കേട്ട് അടുത്ത വീടുകളിൽ ഉണ്ടായിരുന്നവർ ഉണർന്നു. വിളക്കുകളും ടോർച്ചുകളുമായി അവർ പാഞ്ഞെത്തി. തറയിൽ കുത്തിയിരുന്ന് കണ്ണിലെ മണ്ണ് കളയാൻ ശ്രമിക്കുന്ന ആൽബർട്ടിനെയും 3 പേരോട് ഒന്നിച്ചു പോരാടുന്ന മറ്റുള്ളവരെയും അവർ കണ്ടു. ആളുകൾ ഇളകിയതോടെ ലാസർ ഓടിക്കളഞ്ഞു. ഒരാൾ വെള്ളം കൊണ്ടുവന്നു. ആൽബർട്ട് അത് വാങ്ങി മുഖം കഴുകി. മണ്ണ് പോയി. തന്നെ ആക്രമിച്ചവരെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആൽബർട്ട് കണ്ടു. വിൽഫ്രഡ് ആയിരുന്നു അത്. അവനും കൂടി ചേർന്ന് 3 പേരെയും കീഴടക്കി. ഒരുവനെ തറയിൽ കമഴ്ത്തി കിടത്തി. കൈകൾ പിന്നോട്ട് തിരിച്ച് കത്രിക പൂട്ടിട്ട ശേഷം തലമുടിക്ക് കുത്തിപ്പിടിച്ച് മേൽപോട്ട് ഉയർത്തി. ആ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു ആൽബർട്ട്. എന്നിട്ട് തിരുക്കി. പറയടാ, എന്തിനാ നിങ്ങൾ എന്നെ ആക്രമിച്ചത്? അയാൾ മിണ്ടിയില്ല. ആൽബർട്ടിൻ്റെ കൈമുട്ട് അയാളുടെ നട്ടലിന് പുറത്ത് ആഞ്ഞു വീണു. അയ്യോ, ഇനി തല്ലല്ലേ, ഞാൻ പറയാം. എന്നാൽ പറ. ഇൻസ്പെക്ടർ രാജൻ സാറ് പറഞ്ഞിട്ടാ ഞങ്ങൾ. അത് ശരി. അയാളുടെ തല പിടിച്ച് മണ്ണിൽ ശക്തിയായി ഒരടി കൂടി കൊടുത്തു. ആൽബർട്ട് എഴുന്നേറ്റു. അതാണ് കാര്യം. ഇൻസ്പെക്ടർ തോന്നിയസൻ രാജൻ കളി തുടങ്ങുകയാണ്. തക്ക സമയത്ത് വന്ന് തന്നെ രക്ഷിച്ച വിൽഫ്രഡിനെ ആൽബർട്ട് നന്ദിയോടെ നോക്കി. ജെയിംസേ, നിങ്ങൾ തക്ക സമയത്ത് തന്നെ വന്നു. അല്ലെങ്കിൽ ഇവർ എന്നെ... വിൽഫ്രഡ് പുഞ്ചിരിച്ചു. മറ്റൊരിടത്തേക്കും തൽക്കാലം പോകാനിടയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവഴി വെറുതെ നടക്കുകയായിരുന്നു. അപ്പോഴാണ്... ആൽബർട്ട് അയാളുടെ തോളിൽ തട്ടി. ഇവന്മാരെ നമുക്ക് കടലിൽ എറിയണം. ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചട്ടുകാലൻ കൊച്ചുട്ടി പറഞ്ഞു. അത് വേണ്ട കൊച്ചുട്ടി. ഇവരെ ഇങ്ങോട്ട് അയച്ച ആ നാറി ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാളുടെ അടുത്ത് തന്നെ എത്തിക്കണം. ഞാനും വരാം, വിൽഫ്രഡും പറഞ്ഞു. അപ്പോഴേക്കും മറിയയും മാർത്തയും ഓടിക്കിതച്ചു വന്നു. ആൽബർട്ടിനെ കണ്ടപ്പോൾ മാർത്തയുടെ ഇടനെഞ്ച് പിളഞ്ഞു. വെടിമണിയോ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പോയി ഇക്ബാൽ മുതലാളിയുടെ ജീപ്പ് വിളിച്ചോണ്ട് വരട്ടെ അച്ചായ? അവൻ ആൽബർട്ടിനെ നോക്കി. ആൽബർട്ട് ഒന്ന് മൂളി. മണിയൻ വേഗം പോയി. ഏറ്റവും അവസാനമാണ് റോസമ്മയും എലിസയും വിവരമറിയുന്നത്. നിലവിളിച്ചുകൊണ്ട് അവർ ഓടിയെത്തി. എൻ്റെ പൊന്നു മോനെ, ആരാടവന്മാരെ നിന്നെ ഒത്തിരി തല്ലിയോടോ? ഇല്ല അമ്മച്ചി, എനിക്കൊന്നും പറ്റിയില്ല. കണ്ടില്ലേ ഞാനിങ്ങനെ മുന്നിൽ തന്നെ നിൽക്കുന്നത്? അവൻ അമ്മച്ചിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ ഇപ്പോഴത്തെ അരങ്ങേറ്റവും ഗംഭീരമായതിൻ്റെ സന്തോഷം ഉള്ളിലൊതുക്കി നിൽക്കുകയായിരുന്നു വിൽഫ്രഡ്. ആൽബർട്ടിലും ഇവിടുത്തെ ആളുകളിലും വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നു തനിക്ക്. ഇനി ആൽബർട്ടിൻ്റെ നിഴലായി തന്നെ ഒപ്പം നിന്ന് വേണം കാര്യം സാധിക്കാൻ. അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന SI തോന്നിയസൻ രാജന് 1000 നന്ദി. ആളുകൾ തന്നെ സ്നേഹത്തോടും ആരാധനയോടും കൂടി നോക്കുന്നത് അവൻ ഒളിക്കണ്ണാലെ കാണുന്നുണ്ടായിരുന്നു. ക്വാർട്ടേഴ്സിൽ SI തോന്നിയസൻ രാജൻ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. സ്റ്റേഷനിലെ ഇടിവീരന്മാരായ 3 പോലീസുകാരെയാണ് അയച്ചിരിക്കുന്നത്. അവർ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് വരും എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ലായിരുന്നു. ഗ്ലാസിൽ പകുതിയോളം ഇരുന്ന മദ്യം ഒറ്റവലിക്ക് അയാൾ അകത്താക്കി. മുന്നിലെ ടീപ്പോയിലിരുന്ന മദ്യക്കുപ്പിയുടെ 3/4 ഭാഗത്തോളം തീർന്നു കഴിഞ്ഞിരുന്നു. ആൽബർട്ട് റാസ്കൽ! അവൻ തീർന്നു കിട്ടിയാൽ തൻ്റെ സസ്പെൻഷൻ പിൻവലിക്കപ്പെടും. കോടതിയിൽ സാക്ഷി പറയാൻ ആളില്ലെങ്കിൽ കേസ് തള്ളിപ്പോകും. ആൽബർട്ടിൻ്റെ കൂടെ സാക്ഷി പറയാൻ ആ ജോർജ് കുട്ടിയുണ്ടെങ്കിലും അവനെ ഒതുക്കാനേയുള്ളൂ.
വീട്ടിലേക്ക് പോയ ഭാര്യയും മക്കളും തൽക്കാലം വരണ്ട എന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ജോലിയിൽ ഉടനെ കയറാൻ പറ്റിയില്ലെങ്കിലോ? ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ട് രാജൻ തലയുയർത്തി. അവിടേക്ക് വരുന്ന വെളിച്ചം ജനാല ചില്ലകളിൽ പ്രതിഫലിച്ചു. രാജൻ എണീറ്റു. കാലുകൾ വേച്ചുപോയി. ക്വാർട്ടേഴ്സിന് മുന്നിൽ വാഹനം നിന്നു. കാളിംഗ് ബെൽ ശബ്ദിച്ചപ്പോഴേക്കും അയാൾ വാതിൽ തുറന്നു. അടുത്ത നിമിഷം ഒരു മനുഷ്യൻ അയാളെ ചെന്നിടിച്ച് തറയിൽ വീണു. രാജൻ ഞെട്ടി പിന്നോട്ട് മാറി. രണ്ടുപേർ കൂടി ആദ്യം വീണ മനുഷ്യന്റെ മുകളിൽ ചെന്ന് വീണു. അമ്പരപ്പോടെ രാജൻ അത് കണ്ടു. താൻ ആൽബർട്ടിനെ തല്ലാനയച്ച പോലീസുകാർ. അടിയേറ്റ് ആകെ തകർന്ന മട്ടിലാണവർ. തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രയാസമുള്ളതുപോലെ. വാതിൽക്കൽ ഒരു ചലനം. രാജൻ അങ്ങോട്ട് നോക്കി. അവിടെ ഒരു മുഖം തെളിഞ്ഞു. ആൽബർട്ട്. അവൻ പതിയെ അകത്തേക്ക് കയറി. തൊട്ടു പിന്നാലെ വിൽഫ്രഡും. അയാൾ വാതിലടിച്ച് കൊളുത്തിട്ടു. രാജന് അപകടം ഉറപ്പായി. തറയിൽ കിടക്കുന്നവരെ കടന്ന ഇരുവരും രാജന് നേരെ നീങ്ങി. ഇൻസ്പെക്ടർ തോന്നിയാസൻ രാജൻ ആൽബർട്ടിനെയും വിൽഫ്രഡിനെയും തുറച്ചു നോക്കി. പിന്നെ ആ കണ്ണുകൾ വീണ്ടും തൻ്റെ മുന്നിൽ കിടക്കുന്നവരിലേക്ക് പാളി വീണു. പോലീസുകാരാണ് പോലും. പോലീസുകാർ. സ്റ്റേഷനിലെ ഇടിവീരന്മാരെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ലോക്കപ്പിനുള്ളിൽ പ്രതികരിക്കാത്തവരെ ഇടിച്ചു നുറുക്കിയിട്ടേയുള്ളൂ ഇവന്മാർ. അല്ലെങ്കിൽ ഒരുത്തനെ നേരിടാൻ ഇവന്മാർ 3 പേര് നോക്കിയിട്ടും കഴിയാതിരുന്നതെന്തേ? വാസ്തവത്തിൽ ആൽബർട്ടിനെ അഭിമുഖീകരിക്കാൻ രാജന് പ്രയാസം തോന്നി. എന്താ സാറേ, വലക്ക വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? ആൽബർട്ട് ചിരിച്ചു. എൻ്റെ ശവം ഇപ്പോൾ കടപ്പുറത്ത് വീണു കാണൂ എന്ന് കരുതിയിരുന്നു അല്ലേ? രാജൻ മിണ്ടിയില്ല. കത്തുന്ന ഒരു നോട്ടമായിരുന്നു മറുപടി. തറയിൽ കിടന്നിരുന്ന പോലീസുകാർ വല്ലവിധേനയും എഴുന്നേറ്റു. കടന്നു പോടാ, രാജൻ ഒച്ചയുയർത്തി. പോകാൻ വരട്ടെ, ഞങ്ങൾക്ക് ചിലത് അറിയാനുണ്ട്, വിൽഫ്രഡ് സംസാരിച്ചു. കടപ്പുറത്തുനിന്ന് ഇവന്മാരെ കെട്ടിമുറുക്കി ഇവിടെ കൊണ്ടുവന്ന് അഴിച്ചുവിട്ടത് ചില കാര്യങ്ങൾ അറിയാൻ തന്നെയാണ്. ആരാടാ നീ? രാജൻ വിൽഫ്രഡിന് നേരെ കഴിച്ചുകൊണ്ടി. എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. വാതിലിൻ്റെ ബാക്കി വോൾട്ടുകൾ കൂടി ഇടുന്നതിനിടയിൽ വിൽഫ്രഡ് തുടർന്നു. എൻ്റെ പേര് ജെയിംസ്. ഇപ്പോൾ ആൽബർട്ടിൻ്റെ സുഹൃത്താണ്. നിന്നെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ ഞാൻ. അതെന്താ? ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളവരെല്ലാം അങ്ങേ വന്ന് മുഖം കാണിച്ച് പരിചയപ്പെട്ടിരിക്കണമെന്ന നിയമം വല്ലതും ഉണ്ടോ? രാജൻ്റെ മുഖമൊന്ന് വിളറി. എങ്കിലും പറഞ്ഞു. വേണ്ട, ഞാൻ ശരിക്കൊന്ന് പിടിമുറുക്കിക്കോളാം. അന്ന് നിന്റെ രക്തത്തിന് ബന്ധമുള്ളവർ ഈ ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും എൻ്റെ മുന്നിൽ വന്നോളും. അത് പിടിമുറുക്കുമ്പോഴല്ലേ സാറേ? പക്ഷേ അങ്ങനെ മുറുകുന്ന കൂട്ടത്തിലല്ല ഞാൻ. വേണേലൊന്ന് പരീക്ഷിച്ച് നോക്ക്. എന്തു പറഞ്ഞിടാ റാസ്കൽ? തോന്നിയസൻ രാജ മുന്നോട്ടാഞ്ഞു. വേണ്ട, ആൽബർട്ട് ഇടയ്ക്ക് കയറി കൈ വിരിച്ചു പിടിച്ചു. കണക്കുകൾ നമ്മൾ തമ്മിലാ, അയാളെ വിട്ടേരെ. 4 കണ്ണുകൾ കൊരുത്തു. സാറ് ഇവന്മാരെ വേഷം കെട്ടിച്ചു വിട്ടതിൻ്റെ രഹസ്യമൊക്കെ എനിക്കറിയാം. വിജിലൻസ് കോടതിയിൽ ഞാൻ സാക്ഷിയാവാൻ വരരുത്. വന്നാൽ നിങ്ങളുടെ ജോലി പോകും, ശരിയല്ലേ? അമർഷം കടിച്ചൊതുക്കി നിന്നതല്ലാതെ രാജൻ മിണ്ടിയില്ല. ആൽബർട്ട് തുടർന്നു. എന്നാൽ കേട്ടോ, ഞാൻ വരും, സാക്ഷി പറയുകയും ചെയ്യും. തന്നെ പോലുള്ള ഒരു ക്രിമിനലിനെ ധരിക്കാൻ പറ്റിയതല്ല കാക്കി. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നിയമപാലകർക്കും വേണ്ടിയുള്ളതാ. മനസ്സിലായോ? താനൊക്കെ പോലീസിലിരുന്നാൽ ഇവിടെ കുറ്റവാളികൾ പെരുകത്തേയുള്ളൂ. പോലീസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാർ പോലും കുറ്റസമ്മതം നടത്തിയതിൻ്റെ പ്രധാന കാരണക്കാർ തന്നെ പോലെ ചിലരാണ്. അതുകൊണ്ട് കാക്കിക്കുള്ളിലെ ഒരു ക്രിമിനലിനെങ്കിലും തളയ്ക്കാൻ എന്നെ പോലെയുള്ള ഒരു സാധാരണ പൗരന് കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കുമല്ലോ. സമൂഹത്തോട് ഒരു വലിയ കടമ ചെയ്തതിൻ്റെ ചാരിതാർത്ഥ്യവും എനിക്കുണ്ടാകും. നിർത്തണ പ്രസംഗം. സഹിക്കാൻ കഴിയാത്തതുപോലെ രാജൻ ഒച്ച ഉയർത്തി. നിന്നെപ്പോലെ ഒരു പീറ മീൻ തൊഴിലാളി വിചാരിച്ചാലൊന്നും ഈ രാജൻ്റെ ഒരു രോമത്താൽ തൊടാൻ കഴിയത്തില്ലടാ. നിന്റെ സാക്ഷിമൊഴിയിൽ തൽക്കാലം ഞാനൊന്ന് ശിക്ഷിക്കപ്പെട്ടാലും മുഴുവൻ ശമ്പളവും ഇൻക്രിമെൻറ്റും കണക്ക് പറഞ്ഞ് വാങ്ങിച്ചു തന്നെ ഞാൻ സർവീസിൽ തിരിച്ചെത്തും. അന്ന് നിന്റെ കഷ്ടകാലം തുടങ്ങുവിടാ. നമുക്കപ്പോൾ കാണാം. ഇപ്പോൾ നീ പോയിക്കോ. അയാൾ വാതിൽ നേർക്ക് കഴിച്ചുകൊണ്ടി. പോകാൻ തന്നെയാണ് വന്നത്. പക്ഷേ എന്നെ ഇവന്മാർക്കൊക്കെ കൊണ്ട് തല്ലിച്ചതിന് താൻ മറുപടി പറഞ്ഞില്ല. ആൽബർട്ട് ഒരടി മുന്നോട്ട് നീങ്ങി. നീ അതിന് കേസ് കൊടുക്ക്. കോടതിയിൽ അതുകൂടി ചേർത്ത് മറുപടി പറഞ്ഞോളാം ഞാൻ. അത് പോരല്ലോ ഇൻസ്പെക്ടറെ. ഇത് പറഞ്ഞതും കൈവീശി ഒറ്റയടിയായിരുന്നു ആൽബർട്ട്. പടക്കം പൊട്ടുന്ന ഒച്ച. അത് അപ്രതീക്ഷിതമായിരുന്നു. പോരെങ്കിൽ രാജൻ മദ്യപിച്ചിരുന്നതാനും. അടിപതറി അയാൾ ടീപ്പോയിലേക്ക് വീണു. അതിലിരുന്ന കുപ്പിയും ഗ്ലാസും മറ്റും തറയിൽ വീണ് ചിതറിപ്പോയി. എടാ! അവിടെ നിന്ന് ഉരുണ്ടുപിരുണ്ട് ചാടി എഴുന്നേറ്റ് രാജൻ്റെ നെറ്റി പൊട്ടി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അയാൾ ആൽബർട്ടിനെ അടിക്കാൻ കൈ ഓങ്ങിയ നിമിഷത്തിൽ തന്നെ കവിളടക്കം ഒന്നുകൂടി കിട്ടി. വീണ്ടും വേച്ചുപോയ രാജൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ആൽബർട്ട് തന്നിലേക്ക് അടുപ്പിച്ചു. കഴിവട്ട മോനെ, കൊന്നു കളയും ഞാൻ. എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയത്തില്ല. നടുക്കടലിൽ കൊണ്ടുപോയി കല്ലു കെട്ടി താഴ്ത്തുന്നതിന് ഞാൻ. രാജൻ ശരിക്കും ഭയന്നു പോയി. ആൽബർട്ട് തുടർന്നു. ഇത്രയെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ നടന്നത് നമ്മൾ 6 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ പേരെ അറിയിച്ചെന്ന് ആരുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോളാം. മനസ്സിലായോ? അയാളെ പിന്നോട്ട് തള്ളിയിട്ട് ആൽബർട്ട് പിന്തിരിഞ്ഞ് വിൽഫ്രഡിനെ നോക്കി. പാടാ. രാജൻ ഒരു സെറ്റിയിലാണ് വീണത്. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയും മുമ്പ് ആൽബർട്ടും വിൽഫ്രഡും വാതിൽ തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിരുന്നു. മുറ്റത്തൊരു വാഹനം സ്റ്റാർട്ടാകുന്നതിൻ്റെ ഒച്ച കേൾക്കുകയും ലൈറ്റുകൾ തെളിയുന്നത് കാണുകയും ചെയ്തു. തല കുഞ്ചു നിൽക്കുന്ന പോലീസുകാരുടെ നേർക്കായി രാജൻ്റെ കോപം മുഴുവൻ. ഇനി എന്തോന്ന് കാണാനും കേൾക്കാനും നിൽക്കുകയാ നീയൊക്കെ?
എല്ലാ അറിവും സമ്മാനം കിട്ടുകയും ചെയ്തല്ലോ. സാർ, ഞങ്ങൾ ഒരു പോലീസുകാരൻ എന്തോ പറയാൻ ഭാവിച്ചു. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് വിശദീകരണം കേൾക്കുകയും വേണ്ട. പിന്നെ ഇവിടെ നടന്നതും അങ്ങ് കടപ്പുറത്ത് നടന്നതും ഇനി ആരോട് കൊട്ടി ഘോഷിക്കാതിരുന്നാൽ രണ്ടു കൂട്ടർക്കും നല്ലത്. പോയിക്കോ. അവർ പുറത്തേക്കിറങ്ങുമ്പോൾ രാജൻ്റെ ചോദ്യം പിന്തുടർന്നെത്തി. നിങ്ങൾ പോലീസുകാരാണെന്ന് അവരറിഞ്ഞോ? സാർ, ഇല്ല. ഭാഗ്യം. നിനക്കൊക്കെ അത്രയും മാനം തിരിച്ചു കിട്ടി. പോലീസുകാരൻ രാജനെ മനസ്സിൽ തെറി പറഞ്ഞുകൊണ്ട് ഇരുളിൽ മറഞ്ഞു. ആ സംഭവത്തോടുകൂടി കടലോരത്തുള്ളവർക്ക് വിൽഫ്രഡിനെ ഏറെ ഇഷ്ടമായി. ജെയിംസ് എന്ന പേര് അവരുടെ ചർച്ചയിലെ പ്രധാന വിഷയമായി. തങ്ങളുടെ ആൽബർട്ടിനെ രക്ഷിച്ചവൻ. അതാണ് കാരണം. 1-2 നാൾ കഴിഞ്ഞു. വിൽഫ്രഡ് തുറയിലും പരിസരത്തുമൊക്കെ കഴിഞ്ഞു. അയാൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമെന്ന് ആൽബർട്ട് നേരത്തെ തീരുമാനിച്ചതാണ്. അവൻ ഇക്കാര്യം ഇക്ബാൽ മുതലാളിയുമായി സംസാരിച്ചു. അതിനെന്താ ആൽബർട്ടെ, ഒന്നുകിൽ അവൻ വള്ളത്തിൽ പോകട്ടെ, എന്തെങ്കിലും ജോലി കൊടുക്കാം. മുതലാളി സമ്മതിച്ചു. ആൽബർട്ട് വിൽഫ്രഡിനെ വിളിച്ച് വിവരം പറഞ്ഞു. വളരെ നന്ദിയുണ്ട് ചായ. വിൽഫ്രഡ് ചിരിച്ചു. അവൻ്റെ കണ്ണുകളിലെ തിളക്കം ജോലിയായതിൻ്റെ സന്തോഷമാണെന്ന് ആൽബർട്ട് കരുതി. തൻ്റെ ലക്ഷ്യത്തിൻ്റെ 3-ാം ഘട്ടവും കടന്നു കിട്ടിയിരിക്കുന്നു. ഇനി ജോലി എളുപ്പമാണ്. അതായിരുന്നു അയാളുടെ മനസ്സിൽ. ജെയിംസ്, തനിക്ക് ഏത് ജോലി വേണമെന്ന് പറഞ്ഞില്ല, ആൽബർട്ട് ഓർമ്മിപ്പിച്ചു. വള്ളത്തിൽ കടലിൽ പോയിക്കോളാം ചായ. ശരി, ഞാൻ ഇന്ന് തന്നെ മുതലാളിയോട് പറയാം. അങ്ങനെ പിറ്റേന്ന് മുതൽ വിൽഫ്രഡ് എന്ന കൊലയാളി ജെയിംസായി കടലിൽ പോയി തുടങ്ങി. മണിക്കൂറുകളുടെ ജോലിക്ക് ലക്ഷങ്ങൾ കിട്ടുന്ന താനാണ് ഇങ്ങനെ സമയം പാഴാക്കി കളയുന്നതെന്ന ചിന്തയൊന്നും അപ്പോൾ വിൽഫ്രഡിനില്ലായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും വിൽഫ്രഡ് എന്ന ചിലന്തി തുറയിൽ വല കെട്ടുകയായിരുന്നു. ആൽബർട്ട് ഒന്നും അറിഞ്ഞില്ല. പാമ്പിനാണ് താൻ പാല് കൊടുക്കുന്നതെന്ന് പോലും. ദിവസങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ്. വിൽഫ്രഡ് എന്ന വാടക കൊലയാളി ജെയിംസ് എന്ന പേരിൽ തുറയിലുള്ളവരുടെയെല്ലാം പ്രീതിക്ക് പാത്രമായിക്കൊണ്ടിരുന്നു. ഏത് ജോലി ചെയ്യുന്നതിലും യാതൊരു മടിയും അയാൾക്കുണ്ടായിരുന്നില്ല. മീൻപിടുത്തം കാര്യമായി വശമില്ലായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ അത് പഠിച്ചു കഴിഞ്ഞു. കടലിൽ പോകാത്ത അവസരത്തിൽ അയാൾ ആൽബർട്ടിൻ്റെ വീട്ടിൽ വരും. ചിലപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ആ വീട്ടിലുള്ളവരുമായും അയാൾ അടുപ്പത്തിലായി കഴിഞ്ഞു. പ്രിൻസിനും മോസസിനും അയാൾ ജെയിംസ് മാമനാണ്. ലിസിയെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷമുണ്ടാകും. കണ്ണുകൾ തിളങ്ങും. ആ തിളക്കം ലിസിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അയാളെ കാണുമ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഉത്സാഹമായിരുന്നു അവൾക്കും. റോസമ്മ ഒരിക്കലും അത് മനസ്സിലാക്കി മകളെ ശാസിക്കുകയും ചെയ്തു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ കരുതണ്ട. ഈ പ്രായമൊക്കെ കഴിഞ്ഞാണ് ഞാനും ഇത്ര വരെ എത്തിയത്. എന്താ മച്ചി? ഒന്നും അറിഞ്ഞുകൂടാത്ത ഭാവത്തിലായിരുന്നു അവളുടെ ചോദ്യം. എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട ലിസി. ജീവിതത്തിൽ ഒരിക്കലേ എനിക്ക് മണ്ടത്തരം പറ്റിയിട്ടുള്ളൂ. അതെന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. നിനക്കും ഒന്ന് പറ്റിയതല്ലേ? ലിസി സ്തബ്ധയായി. തൻ്റെ ഭർത്താവിനെ അവൾ ഓർത്തു. ആദ്യമൊക്കെ വലിയ കാര്യമായിരുന്നു. അവസാനം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് തന്നെ തിട്ടമില്ല. 2 കുഞ്ഞുങ്ങളെ തനിക്ക് തന്നിട്ട് അയാൾ. മോളെ, റോസമ്മ അവളുടെ തോളിൽ കൈവച്ചു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതുന്ന ഭർത്താവിനെ തന്നെ ഓർത്തിരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഭർത്താവ് അരികിലില്ലാത്ത സ്ത്രീയുടെ ബുദ്ധിമുട്ടുകളും എനിക്ക് മനസ്സിലാകും. പക്ഷേ ഒരു പുരുഷനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ജെയിംസ് നല്ലവനായിരിക്കാം, എന്നാലും അരുതാത്തതൊന്നും മനസ്സിൽ കയറ്റി വയ്ക്കരുത്. അമ്മച്ചിയോട് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല ലിസിക്ക്. എങ്കിലും അവളുടെ മനസ്സിൻ്റെ കോണിലെവിടെയോ ജെയിംസ് സ്ഥാനം പിടിച്ചിരുന്നു. തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാം എന്ന പഴഞ്ചൊല്ല് പോലെയായിരുന്നു വിൽഫ്രഡിൻ്റെ കാര്യം. കടലിൽ നിന്ന് മടങ്ങി വന്നാൽ ചിലപ്പോൾ തെങ്ങിൻ തണലുള്ള പൂഴി മണ്ണിൽ കിടന്നുറങ്ങും. അല്ലെങ്കിൽ ഇക്ബാൽ മുതലാളിയുടെ ഓഫീസിൻ്റെ പിന്നിലുള്ള വരാന്തയിൽ രാത്രി ആരും കാണാതെ പരമുവിൻ്റെ ഷാപ്പിനടുത്ത് പോകും. പക്ഷേ വെട്ടപ്പെടില്ല. മറ്റൊരാൾ 2-3 കുപ്പി കള്ളു വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കും. ഇരുട്ടത്തിരുന്ന് അത് കുടിച്ചിട്ട് മടങ്ങും. വെടിമണിയനാണ് ഇക്കാര്യത്തിൽ അയാളെ സഹായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മണിയനെ ലാസർ പിടികൂടി. ആർക്കാടെ കള്ള്? പല ദിവസങ്ങളായി ഞാനിത് ശ്രദ്ധിക്കുന്നു. മണിയൻ കള്ളു വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടു പിന്നാലെ എത്തിപ്പിടികൂടുകയായിരുന്നു ലാസർ. അത് പിന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കുടിക്കാനാ. ചുറ്റും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. നീ ആരെയാണ് നോക്കുന്നത്? ആരെയുമല്ല. പിന്നെ നേരെ ഒത്തിരി ആയല്ലോ എന്ന് ഓർക്കുകയായിരുന്നു. സത്യം പറയടാ, നീ മോഷണം തുടങ്ങിയോ? ഞാനോ? അതിന് ഈ മണിയൻ ഒന്നുകൂടി ജനിക്കണം. പിന്നെ എന്നും ഇങ്ങനെ കള്ളു വാങ്ങിക്കൊണ്ടുപോകാൻ നിൻ്റെ കയ്യിൽ എവിടുന്നാണ് പണം? മേലനങ്ങി ഇന്നേവരെ നീ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോടാ? ആ ചോദ്യത്തിന് മുന്നിൽ മണിയൻ പതറി. ലാസർ തുടർന്നു. അതുകൊണ്ട് ആളുകൾ മുഴുവൻ അറിയുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞോ, നിനക്ക് എവിടുന്ന പണം? ലാസറാശാനെ, ഞാൻ വേണ്ട. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആളെ കൂട്ടും. മണിയൻ വെട്ടിലായി. കാര്യങ്ങൾ തുറന്നു പറയാൻ അവൻ നിർബന്ധിതനായി. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം അങ്ങനെയാണ് അല്ലേടാ? ലാസർ ഒരു ബീഡി കത്തിച്ച് 2-3 കവിൾ പുക പെട്ടെന്നെടുത്തു. ഇന്നലെ വരെ നീ എൻ്റെ കൂടെ നിന്ന് ഓസിന് കള്ളു കുടിച്ചു. ഇപ്പം പുതിയ ഒരുത്തം വന്നപ്പോൾ നീ അവൻ്റെ കൂടെ കൂടി. അതും എൻ്റെ ശത്രുവായ ആൽബർട്ടിനോട് അടുപ്പമുള്ളവനുമായി. ലാസറിൻ്റെ വാക്കുകളിൽ രോഷം തിളയ്ക്കാൻ തുടങ്ങുകയാണെന്ന് വെടിമണിയൻ പേടിയോടെ തിരിച്ചറിഞ്ഞു. ആശാനെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? മണിയൻ പോകാൻ തിടുക്കപ്പെട്ടു. എങ്ങോട്ട്? ആ ജെയിംസിൻ്റെ അടുത്തേക്കോ? നടക്കത്തില്ലടാ. ആ കള്ളുകുപ്പികൾ കളയടാ. അവൻ വേണമെങ്കിൽ ഈ ഷാപ്പിൽ വന്ന് കുടിച്ചോളും. നീ ആരാ, അവൻ്റെ വേലക്കാരനോ? ലാസർ മുന്നോട്ടെടുത്തു. അതിനനുസരിച്ച് മണിയൻ പിന്നോട്ട് മാറി. വേണ്ട ആശാനെ, ആശാൻ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. പിന്നെ എങ്ങനെയാടാ? പറയടാ പട്ടി.
ലാസറിൻ്റെ ഒച്ച കൂടുതൽ ഉയർന്നു. കള്ളു കളയടാ. പെട്ടെന്ന് മണിയാൻ തിരിഞ്ഞ് ഒറ്റയോട്ടം കടൽ ഭിത്തിക്ക് നേരെ. നിലട അവിടെ, അല്ലെങ്കിൽ രണ്ടിനെ ഇന്ന് ഞാൻ ശരിയാക്കും. ലാസർ പിന്നാലെ വച്ചു പിടിച്ചു. അവൻ മണിയനെ പിടിച്ചു ഇല്ല എന്ന ഭാവത്തിലായതും തൊട്ടുമുന്നിൽ ഒരു ഇരുണ്ട രൂപം പ്രത്യക്ഷപ്പെട്ടു. ലാസറെ വേണ്ട. പരിപരുത്തൊരു ശബ്ദം. അദൃശ്യമായ ഒരു ഭിത്തിയിൽ ചെന്ന് മുട്ടിയതുപോലെ നിന്നുപോയി ലാസർ. അവൻ ആ മനുഷ്യനെ തുറച്ചു നോക്കി. ആരാടാ നീ? ഞാൻ ജെയിംസ്. കഴിവോട്ട് മോനെ, എന്നോട് കൽപ്പിക്കാൻ മാത്രം നീ വളർന്നോടാ. ഒറ്റ അടിയായിരുന്നു ലാസർ. മിന്നൽ പോലെ വിൽഫ്രഡ് വെട്ടിയൊഴിഞ്ഞതും കൈച്ചുരുട്ടി ഒറ്റയിടി. അമ്മേ! നെഞ്ചുകൂട് തകർന്ന ഒരു നിലവിളിയോടെ മണ്ണിലേക്ക് വേച്ചു വീണുപോയി ലാസർ. അടുത്ത നിമിഷം അവനെ പിടിച്ചുയർത്തി ഇരുക്കവിളുകളിലോ ഓരോന്നുകൂടി പൊട്ടിച്ചു വിൽഫ്രഡ്. ലാസറിൻ്റെ കണ്ണുകളിൽ ഇരുൾ നിറഞ്ഞു. ഇപ്പോൾ നിനക്ക് എന്നെ മനസ്സിലായല്ലോ? വിൽഫ്രഡ് തിരക്കി. ലാസറിന് മിണ്ടാനായില്ല. വിൽഫ്രഡ് തുടർന്നു. കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്തവനെ ഞാൻ. അതിന് എനിക്കൊരു നിസ്സാര കാര്യം മതിയാകും. നിനക്ക് മരിക്കണോടാ. ആ ശബ്ദത്തിന് മുന്നിൽ പതറിപ്പോയി ലാസർ. വിൽഫ്രഡ് വിട്ടിട്ടും ധരിച്ചു നിൽക്കുകയായിരുന്നു അവൻ. ഇതെല്ലാം കണ്ടുനിന്ന വെടിമണിയെ പോലും മിണ്ടാനായില്ല. വിൽഫ്രഡ് കൈ നീട്ടിയ ഉടൻ അവനൊരു കുപ്പിക്കള്ള് ആ കൈയിലേക്ക് വെച്ചു കൊടുത്തു. ഒറ്റപ്പിടിക്ക് അയാൾ ആ കള്ള് മുഴുവൻ അകത്താക്കി കുപ്പി വലിച്ചെറിഞ്ഞു. കൽക്കെട്ടിൽ ചെന്ന് വീണ് അത് പൊട്ടിത്തകർന്ന ശബ്ദം തിരമാലകളുടെ ഹുങ്കാരത്തിനിടെ കേട്ടു. ലാസറേ! അല്പം കഴിഞ്ഞ് തെല്ല് ശാന്തനായതുപോലെ വിൽഫ്രഡ് വിളിച്ചു. ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യേകിച്ച് എൻ്റെ നേരെ കൈ ഓങ്ങിയാൽ. അതാരായാലും ഞാൻ അടി കൊടുത്തിരിക്കും. ശീലമാണ്. പിന്നെ നിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഞാനൊന്ന് പറയാം. ആൽബർട്ട് ഉണ്ടല്ലോ, അവൻ്റെ വലം കൈയൊന്നുമല്ല ഞാൻ. എൻ്റെ ശത്രുവാണവൻ. അവനോട് എനിക്ക് കണക്ക് തീർക്കണം. അതിന് നീ എൻ്റെ കൂടെ നിൽക്കുമോ? എങ്കിൽ ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. വിൽഫ്രഡ് കൈനീട്ടി. രണ്ടാമതൊന്ന് ചിന്തിക്കാനില്ലായിരുന്നു ലാസറിന്. അവൻ ആ കരം കവർന്നു. പക്ഷേ വിൽഫ്രഡ് തുടർന്നു. നമ്മൾ തമ്മിൽ അടുപ്പമുള്ള കാര്യം നമ്മൾ ഈ നിൽക്കുന്ന 3 പേരല്ലാതെ മറ്റാരും അറിഞ്ഞുകൂടാ. എല്ലാവരുടെയും മുന്നിൽ ഞാൻ അവൻ്റെ വലം കൈയായിരിക്കും. എന്താ? ശരി ശരി, ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കണം മണിയ. നീ ആ കള്ളിങ് തന്നിട്ട് പോയി 4-5 കുപ്പി കൂടി വാങ്ങിച്ചോണ്ട് വാ. തിന്നാനും വല്ലതും വേണം. 2 കുപ്പി കള്ളും വിൽഫ്രഡിനെ ഏൽപ്പിച്ചിട്ട് മണിയൻ തിരിച്ചോടി. അയാൾ ഒരു കുപ്പി കള്ള് ലാസറിന് നീട്ടി. ഇത് നമ്മുടെ സൗഹൃദത്തിൻ്റെ തുടക്കത്തിന്. 2 പേരും കുപ്പികൾ ഉയർത്തി. മണിയൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. കൽക്കെട്ടിലെ ഇരുളിൽ വച്ചായിരുന്നു ആഘോഷം. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അർദ്ധരാത്രി പിന്നിട്ടിരുന്നു. പിറ്റേന്ന് കടലിൽ പോയിട്ട് മടങ്ങി വന്ന വിൽഫ്രഡ് പട്ടണത്തിൽ വരെ പോയിട്ട് വരാം എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് തുറയിൽ നിന്ന് പോയി. എത്തിയത് അങ്കിൾ ഫ്രെഡിയുടെ അടുത്തേക്കാണ്. അയാളെ കണ്ട ഫ്രെഡി അലറി. വേണ്ട നായിൻ്റെ മോനെ, എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരികയേ വേണ്ട. വിൽഫ്രഡ് ഒന്ന് ചിരിച്ചു. അങ്കിളേ, ഈ ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കും. ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരെയും തീർക്കണമെങ്കിൽ അതിനും ഒരുക്കമാ ഞാൻ. നിങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ കാര്യങ്ങൾ നോക്കണമെന്ന്. ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റാണെങ്കിൽ ഈ കരാർ ഇവിടെ തന്നെ തീർത്തേക്കാം. തൽക്കാലം അത് വേണ്ട വിൽഫ്രഡ്. നിങ്ങൾ എവിടെ വരെ മുന്നേറിയെന്നറിഞ്ഞാൽ കൊള്ളാം. വിൽഫ്രഡ് എല്ലാം പറഞ്ഞു. ചുരുട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു അങ്കിൾ ഫ്രെഡി. കൊള്ളാം വിൽഫ്രഡ്, അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി. എങ്കിലിനി ഇടയ്ക്കിടയ്ക്ക് കയറി എന്നെ ഭരിക്കാൻ വരരുത്. ഇല്ല. തോമസ് അങ്ങോട്ട് വന്നു. ഫ്രെഡിയുടെ കാതിൽ എന്തോ രഹസ്യം പറഞ്ഞു. എങ്കിൽ നമുക്ക് പിന്നെ കാണാം വിൽഫ്രഡ്. ഓക്കെ. വിൽഫ്രഡ് അവിടെ നിന്ന് മടങ്ങി. തൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അതിന് ചില ഉപായങ്ങൾ വേണ്ടിവരുമെന്ന് അവനറിയാമായിരുന്നു. രാത്രി. ആൽബർട്ടെ! വാതിൽ തട്ടി ആരോ വിളിച്ചു. പഴയ സംഭവമാണ് ആദ്യം ആൽബർട്ടിൻ്റെ ഓർമ്മയിലെത്തിയത്. ആരാ? ഞാനാ, ജെയിംസ്. ആൽബർട്ട് ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അവൻ വാതിൽ തുറന്നു. വിൽഫ്രഡ് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആൽബർട്ട് അമ്പരന്നു. ജെയിംസിൻ്റെ ശവമാണ് തൻ്റെ നെഞ്ചിലേക്ക് വീണതെന്ന് തോന്നിപ്പോയി. ജെയിംസ്, നിനക്കെന്ത് പറ്റി? ഉച്ചത്തിലായിരുന്നു അവൻ്റെ ചോദ്യം. പെട്ടെന്ന് വിളക്ക് തെളിച്ചുകൊണ്ട് റോസമ്മയും ലിസിയും അങ്ങോട്ട് വന്നു. ആൽബർട്ട് അപ്പോൾ വിൽഫ്രഡിനെ തിണ്ണയിലേക്ക് ചായച്ചു കിടത്തുകയായിരുന്നു. എന്താ മോനെ, ആരേത്? റോസമ്മയ്ക്ക് പരിഭ്രമമായി. ആൽബർട്ട് മറുപടി പറയും മുമ്പ് ലിസി ആളിനെ തിരിച്ചറിഞ്ഞു. കർത്താവേ, ഇത് ജെയിംസ് ആണല്ലോ. എന്താ മോനെ അവന് പറ്റിയത്? റോസമ്മയ്ക്ക് അമ്പരപ്പായി. ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാലാ അമ്മച്ചി. എന്താ ഉണ്ടായതെന്ന് ഇയാൾ പറയാതെ ഞാനെങ്ങനെയാ അറിയുക? അവൻ വിൽഫ്രഡിനെ നേരെ കിടത്തി. സ്വബോധം നശിച്ച നിലയിലായിരുന്നു വിൽഫ്രഡ്. ഇടയ്ക്ക് വേദനയെ എടുത്തിട്ടെന്ന് വണ്ണം ഞരങ്ങുകയും മൂളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ വസ്ത്രം മുഴുവനും ചെളിയാണെന്നും ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞുള്ള വരവാണെന്നും ആൽബർട്ട് അറിഞ്ഞു. പക്ഷേ അക്കാര്യം അവൻ സ്ത്രീകളോട് പറഞ്ഞില്ല. ഇയാൾ എവിടെയോ മറിഞ്ഞു വീണതാവും. കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അത് കേട്ടപ്പാതി ലിസി ഓടി ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. അത് താങ്ങി തൻ്റെ കൈവളയിലേക്ക് കുറച്ചൊഴിച്ചിട്ട് അവൻ വിൽഫ്രഡിൻ്റെ മുഖത്തേക്ക് ശക്തിയോടെ തളിച്ചു. അയാളുടെ കൺപോളകളൊന്ന് അനങ്ങി. ജെയിംസ്, ജെയിംസ്! ആൽബർട്ട് അയാളുടെ താടിയിൽ പിടിച്ച് പതുക്കെ കുലുക്കി. ആവശ്യത്തോടെ അയാൾ കണ്ണുകൾ പാതി തുറന്നു. പിന്നെ മുഴുവനും. എന്നിട്ട് ആദ്യം കാണുപോലെ മുന്നിൽ നിൽക്കുന്നവരെ തുറച്ചു നോക്കി. ജെയിംസ്, എന്തു പറ്റി തനിക്ക്? അയാൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു. ആൽബർട്ട് സഹായിച്ചു. അയാൾ ഭിത്തിയിൽ ചാരിയിരുന്ന് കിതച്ചു. മുഖത്ത് തലച്ചതിൻ്റെ ബാക്കി വെള്ളം ആർത്തിയോടെ കുടിച്ചു. അയാൾ തന്നെ പറയട്ടെ എന്ന് കരുതി ആൽബർട്ട് മൗനം പാലിച്ചു. എന്നാൽ റോസമ്മയുടെയും ലിസിയുടെയും ഉദ്വേഗം അടങ്ങിയിരുന്നില്ല. അല്പം കൂടി കഴിഞ്ഞാണ് വിൽഫ്രഡ് ചുണ്ടുകൾ ചലിപ്പിച്ചത്. എന്നെ ചിലർ ചേർന്ന് തല്ലി.
3 കടകളിൽ നിന്ന് ഒരേപോലെ ആ ശബ്ദമുയർന്നു. അതെ, അയാൾ വിശദീകരിച്ചു. വെറുതെ കാറ്റുകൊണ്ട് കൽക്കെട്ടിനരികിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്നാണ് പിന്നിലൂടെ ചിലർ എത്തിയത്. 8-10 ആളുകൾ. ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അടിത്തുടങ്ങി. രംഗം പന്തിയല്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ കയ്യും മെയ്യും നോക്കാതെ അടിച്ചു. അവസാനം വല്ല വിധാനയും രക്ഷപ്പെട്ട് ഓടിയെത്തിയതാണ് ഞാൻ. ആൽബർട്ട് ചിന്തിച്ചു നിന്നു. ആരായിരിക്കും ഇയാൾ തല്ലിയത്? എന്തായിരിക്കും ഉദ്ദേശ്യം? എനിക്കൊന്ന് കിടക്കണം, അയാൾ പറഞ്ഞു. തല കറങ്ങുന്നു. ആൽബർട്ട് റോസമ്മയെ നോക്കി. അമ്മച്ചി, ഒരു പായ എടുത്ത് അങ്ങോട്ട് വിരിക്കേ. ആൽബർട്ട് കിടക്കുന്ന മുറിയിൽ റോസമ്മ ഒരു പായ വിരിച്ച് തലയിണ വിട്ടു. വാ, അകത്ത് കിടക്കാം. അവൻ അയാളെ താങ്ങി എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി. ഉറങ്ങിക്കോ. ആൽബർട്ട് വാതിലടച്ചു. അപ്പോൾ തൻ്റെ പദ്ധതി വിജയിച്ചതോർത്ത് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു വിൽഫ്രഡ്. ഈ വീടുമായി കൂടുതൽ അടുക്കുവാൻ ഇതാണ് നല്ല വഴിയെന്ന് തോന്നി. മണ്ണിൽ കിടന്ന് സ്വയം ഉരുണ്ടിട്ട് വരികയായിരുന്നു അയാൾ. കോഴിക്കോട്. ചാണ്ടിക്കുഞ്ഞ് കട്ട അഷ്റഫിൻ്റെ അടുത്തെത്തി. വക്കീലിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ അഷ്റഫേ? ഇല്ല, പക്ഷേ ജീവനോട് അയാൾ ഈ ഭൂമുഖത്ത് എവിടെയും ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തന്നിരിക്കും. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായല്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അഷ്റഫേ. ചാണ്ടിക്കുഞ്ഞിൻ്റെ ഭാവം മാറി. തൻ്റെ കസ്റ്റഡിയിൽ നിന്നാണ് അയാൾ മിസ്സായത്. അതുകൊണ്ട് കണ്ടെത്തി എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തന്നേ പറ്റൂ. അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം താൻ കാണും. ഭീഷണിയാണോ? അഷ്റഫ് ചിരിച്ചു. എങ്ങനെ വേണമെങ്കിലും കരുതാം. രോഷത്തോടെ ചാണ്ടിക്കുഞ്ഞ് ഇറങ്ങിപ്പോയി. കട്ട അഷ്റഫ് കുറുകിയ കണ്ണുകളോടെ അയാൾ കാറിൽ കയറി മറയുന്നതുവരെ നോക്കി നിന്നു. രാവിലെ ഉണർന്ന് കിടക്കുകയായിരുന്നു വിൽഫ്രഡ്. പക്ഷേ കണ്ണുകൾ തുറന്നിരുന്നില്ല. ആൽബർട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. പ്രിൻസും മോസസും ചോദിക്കുന്നത് കേട്ടു. ജെയിംസ് അങ്കിൾ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? അങ്കിളിനെ ആരാണ്ട് തല്ലി, അതുകൊണ്ട് വയ്യാതെ കിടക്കുക. ഒത്തിരി തല്ലിയോ? പ്രിൻസിന് സംശയം. ആ, പാവം ജെയിംസ് അങ്കിൾ അല്ലേ അമ്മച്ചി? ആ. വിൽഫ്രഡ് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് അയാൾ എഴുന്നേറ്റത്. ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ? റോസമ്മ അടുത്തു വന്നു. നല്ല വേദനയുണ്ട്, എന്നാലും സാരമില്ല അമ്മച്ചി. ലിസി ഒരു ഗ്ലാസ് കടും കാപ്പി കൊണ്ടുവന്ന് കൊടുത്തു. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ അവൾ ദൃഷ്ടി മാറ്റിക്കളഞ്ഞു. അമ്മച്ചി അടുത്തുള്ളത് കൊണ്ടാവും അവൾ അങ്ങനെ ചെയ്തതെന്ന് അയാൾ ഊഹിച്ചു. എങ്കിലും ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തി കളിക്കുന്നില്ലേ? അയാളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് റോസമ്മ തിരക്കി. ആശുപത്രിയിൽ പോയാലോ മോനെ? അതൊന്നും വേണ്ട അമ്മച്ചി. അകത്ത് നെരുക്കട്ടോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങ് മരിക്കുമായിരിക്കും. ഏതായാലും ആർക്കും വേണ്ടാത്ത ജന്മമായി പോയില്ലേ എൻ്റേത്. ദുഃഖം ഭാവിച്ചാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ലിസിയുടെ മുഖം പെട്ടെന്ന് മ്ലാനമാകുന്നത് അവൻ കണ്ടു. ഈ ജോലി ഏറ്റെടുത്ത ശേഷം ഒരു പെണ്ണുമായും തനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്ന് വിൽഫ്രഡ് ഓർത്തു. സ്ത്രീ എന്നോ അയാൾക്ക് ബലഹീനതയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ കഴുകും കണ്ണുകൾ ലിസിയെ ലക്ഷ്യം വെച്ചു. എങ്കിൽ വല്ല കുഴമ്പം മറ്റേ പുരട്ടി ആവി പിടിച്ചാലോ മോനെ? റോസമ്മ വിടുന്ന മട്ടില്ല. അതൊരു നല്ല ആശയമാണെന്ന് അവന് തോന്നി. സമ്മതം മൂളുകയും ചെയ്തു. ആൽബർട്ട് മടങ്ങി വന്നപ്പോൾ കൂടെ ഇക്ബാൽ മുതലാളിയും ജോർജ് കുട്ടിയും ഉണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യം നമ്മളാരും പുറത്തുവിടണ്ട. ആരാണിതിൻ്റെ പിന്നിലെന്ന് ഒന്നറിയണമല്ലോ. എല്ലാം കേട്ടുകഴിഞ്ഞ് മുതലാളി പറഞ്ഞു. ജോർജ് കുട്ടി, എന്തോ? ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യാം. ജെയിംസ് ഒരു കാര്യം ചെയ്യും. എൻ്റെ സ്റ്റോറിന് പിന്നിലെ മുറിയിൽ പോയി വിശ്രമിച്ചോളൂ. മുതലാളി, ഇവൻ്റെ ദേഹത്ത് ഇത്തിരി കുഴമ്പിട്ട് ചൂട് വെച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുമായിരുന്നു ഞാൻ. റോസമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഓഹോ, എങ്കിലും ആയിക്കോളൂ. എന്നിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ നീ അങ്ങ് പോന്നേക്കണം കേട്ടോടാ. വിൽഫ്രഡ് തലയാട്ടി. ഇക്ബാൽ മുതലാളിയുടെ ആജ്ഞ കേട്ടപ്പോൾ കോപം കൊണ്ട് ഉള്ള തിളയ്ക്കുകയായിരുന്നു വിൽഫ്രഡിന്. ഒരുത്തനും കൽപ്പിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. ഇക്ബാലും ജോർജ് കുട്ടിയും മടങ്ങി. റോസമ്മ തന്നെയാണ് വിൽഫ്രഡിൻ്റെ നെഞ്ചിലും പുറത്തുമൊക്കെ കുഴമ്പിട്ട് കൊടുത്തത്. ലിസി വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നു. റോസമ്മ ഒരു തുണി അതിൽ മുക്കിപ്പിഴഞ്ഞ് അയാളുടെ ശരീരത്തിൽ അമർത്തി. ഹാ, എന്താ മോനെ, ചൂട് കൂടുതലാണോ? റോസമ്മ ചിരിച്ചു. അകത്ത് നീര് വന്നിട്ടുണ്ടെങ്കിൽ അത് പോകണം. അതിനല്പം ചൂടൊക്കെ സഹിച്ചേ പറ്റൂ. രാവിലെയും ഉച്ചയ്ക്കും വിൽഫ്രഡ് അവിടെ നിന്ന് തന്നെ ആഹാരം കഴിച്ചു. പിന്നീട് ക്ഷീണമെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടന്നു. ഇടയ്ക്ക് മാർത്ത അവിടെ വന്നു. ആൽബർട്ടിനെ കാണുകയായിരുന്നു അവളുടെ ഉദ്ദേശം. പക്ഷേ അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നറിയാമായിരുന്ന അവൻ ഒഴിഞ്ഞുമാറി. എന്നിട്ടും അവൾ പോയില്ല. ലിസിയുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഒളിക്കണ്ണാലെ മാർത്തയെ കാണുകയായിരുന്നു വിൽഫ്രഡ്. ഒരു കിളന്നു പെണ്ണ്. കോഴിക്കുഞ്ഞിനെ കണ്ട പരുന്തിൻ്റെ ആർത്തിയായിരുന്നു അപ്പോൾ വിൽഫ്രഡിന്. ഇവളെയും താൻ വെറുതെ വിടത്തില്ലെന്ന് അപ്പോൾ തന്നെ അവൻ മനസ്സിൽ അടിവരയിട്ട് എഴുതി ചേർക്കുകയും ചെയ്തു. സന്ധ്യയായി. തളർച്ച അഭിനയിച്ചുകൊണ്ട് വിൽഫ്രഡ് അന്നും അവിടെ തന്നെ കഴിഞ്ഞു. രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അയാൾ എഴുന്നേറ്റു. കഥ തുടരും.